ഈ കാണുന്ന ചിത്രം വിറ്റുപോയത് 650 കോടി രൂപക്കാണ്. ഇപ്പൊ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു പടമുണ്ടല്ലോ, ഇത് ട്വിറ്ററിന്റെ കോഫൗണ്ടറും സിഇഒയുമായ ജാക്ക് ഡോർസി ട്വിറ്റർ എന്ന പ്ലാറ്റ്ഫോമിൽ ഏറ്റവും ആദ്യമായി എഴുതിവിട്ട ട്വീറ്റ് ആണ്. ഇതിന്റെ ഈ ഒരു പടം മാത്രം, ഈ ഒരു ഇമേജ്, ഈ ചിത്രം വിറ്റുപോയത് 20 കോടി രൂപക്കാണ്. എന്നാൽ ഇപ്പോൾ ഇതാ നിങ്ങളുടെ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു പിക്സലേറ്റഡ് ആയി പോയ ലോ റെസൊല്യൂഷൻ ആയിട്ട് ഒന്നിനും കൊള്ളില്ല എന്ന് തോന്നുന്ന ഈ ഒരു ജെപഗ് ഇമേജ്, ഇത് വിറ്റുപോയത് 80 കോടി രൂപക്കാണ്. ആര് വിറ്റു? ആർക്ക് വിറ്റു? എന്തിന് വാങ്ങി? അല്ലെങ്കിലും എന്തിനൊക്കെ എന്താണ് ഇത്ര അധികം വില? ലെറ്റ്സ് എൻ്റർ ദ വേൾഡ് ഓഫ് നോൺ ഫഞ്ചിബിൾ ടോക്കൻസ്. ക്രിപ്റ്റോ കറൻസി ഇൻവെസ്റ്റ്മെന്റിനെ പറ്റി കംപ്ലീറ്റ്ലി പഠിക്കാൻ പറ്റുന്ന യൂട്യൂബ് വീഡിയോ സീരീസിന്റെ 10ാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എപ്പോഴത്തെ പോലെയും ഈ ഒരു മുഴുവൻ സീരീസിനെയും ഒരു പ്ലേലിസ്റ്റ് ആക്കി ഇവിടെ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ എല്ലാ വീഡിയോയും കാണുക, നന്നായി തന്നെ പഠിക്കുക. നമുക്ക് ഒരുമിച്ച് ഇൻവെസ്റ്റ് ചെയ്യാം, ഒരുമിച്ച് ഗ്രോ ചെയ്യാം. അപ്പൊ ഈ ഒരു സീരീസിലെ തന്നെ ഏറ്റവും റിക്വസ്റ്റഡ് ആയിട്ടുള്ള, ഏറ്റവും അധികം കാത്തിരുന്ന, ഏറ്റവും കൂടുതൽ നിങ്ങൾ ആവശ്യപ്പെട്ട ഈ ഒരു വീഡിയോയിലേക്ക് NFT പറ്റി, നോൺ ഫഞ്ചിബിൾ ടോക്കൻസിനെ പറ്റി നമ്മൾ പഠിക്കുന്ന ഈ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ പറയുന്നത് ഇതൊരു വീഡിയോ മാത്രമല്ല, എന്നാൽ ഇതിനൊരു സീരീസ് തന്നെയാണ്. NFT സീരീസ് ആണ്. കാരണം ഒരു വലിയ ചോദ്യം പലപ്പോഴും ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നത്, എന്തുകൊണ്ട് ആശാൻ NFTനെ പറ്റി സംസാരിക്കുന്നില്ല? NFT കുറെ നാളായിട്ട് വലിയൊരു ഹൈപ്പായിട്ട് വേവായിട്ട് നടക്കുന്നുണ്ട്, ഞാൻ എന്തുകൊണ്ട് ഇതിനെ പറ്റി ഒരു വീഡിയോ ചെയ്തിരുന്നില്ല? അപ്പൊ നിങ്ങൾക്ക് അറിയുന്ന പോലെ ഞാനൊരു വീഡിയോ ചെയ്യുമ്പോൾ ജസ്റ്റ് ബിക്കോസ് അതിനൊരു ഹൈപ്പ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് വെറുതെ ഒരു വീഡിയോ ചെയ്യുന്നതിൽ എനിക്ക് ഒട്ടും താല്പര്യമില്ല. എനിക്കറിയാം NFT നോൺ ഫഞ്ചിബിൾ ടോക്കൻസ് എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ, അതിൽ പങ്കെടുക്കണമെങ്കിൽ, അതിൽ കുറെ പേര് പൈസ ഉണ്ടാക്കുന്നു എന്ന് പറയുന്നു അല്ലെ, അത് നമുക്ക് ഒരുമിച്ച് ചെയ്ത് പൈസ ഉണ്ടാക്കണമെങ്കിൽ അതിനു മുൻപ് ക്രിപ്റ്റോന്റെ മുഴുവൻ ലോകത്തെ പറ്റി അറിയേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും അധികം വീഡിയോസ് ചെയ്തു വെച്ചിട്ടുള്ളത്. അപ്പൊ ആ വീഡിയോസ് ഒക്കെ കണ്ടിട്ടാണ് നിങ്ങൾ എത്തുന്നതെങ്കിൽ NFTനെ പറ്റി നിങ്ങൾക്ക് ഇതാ മനോഹരമായിട്ട് മനസ്സിലാക്കാൻ പോവുകയാണ്. അപ്പോൾ ശരിക്കും ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ കുറച്ച് പ്രൗഡായിട്ട് തന്നെ പറയും, NFTനെ പറ്റി ഏറ്റവും മനോഹരമായിട്ടും ലളിതമായിട്ടും പഠിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ ഈ ഒരു വീഡിയോയും ഇതിന് മുന്നിലേക്ക് വരുന്ന വീഡിയോസും പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഫുൾ എക്സൈറ്റ്മെന്റോട് കൂടി തന്നെ നമുക്ക് ഈ ഒരു ലോകത്തിലേക്ക് എൻ്റർ ചെയ്യാം. അപ്പോൾ തീർച്ചയായിട്ടും എന്റെ കഴിഞ്ഞ വീഡിയോസ് എല്ലാം കണ്ടിട്ടുള്ളവർക്ക് തീർച്ചയായിട്ടും ഇതിൽ പറയുന്ന കാര്യങ്ങൾ വളരെ വിശദമായിട്ട് മനസ്സിലാകും. മുന്നിലേക്ക് ഞാൻ പറഞ്ഞതുപോലെ എനിക്കൊരു വീഡിയോ ആയിട്ട് മാത്രം ചെയ്തിട്ട് പല കോണ്ടന്റ് ക്രിയേറ്റേഴ്സും ചെയ്യുന്ന പോലെ ഒരു വീഡിയോ ചെയ്തിട്ട് ഇട്ടിട്ട് വെറുതെ പോകാം. അത് മാത്രമല്ല ചെയ്യുന്നത്, എങ്ങനെ ഇത് വാങ്ങാം, എങ്ങനെ വിൽക്കാം, നമുക്ക് എങ്ങനെ NFT ഇറക്കാം, ഇതിലൂടെ എങ്ങനെ പണം ഉണ്ടാക്കാം, അതെല്ലാം ഓരോ വീഡിയോസ് ആയിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒരുമിച്ചാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒരു കാര്യം എനിക്ക് ഇവിടെ പറയാനുള്ളത്, ഇതിന്റെ മുന്നിൽ വന്ന ക്രിപ്റ്റോന്റെ മറ്റ് വീഡിയോസ് കാണാത്തവരും ഇത് കാണാൻ സാധ്യതയുണ്ട്. കാരണം NFT അത്രയും ക്രേസ് ആയി നിൽക്കുന്ന ഒരു സാധനമാണല്ലോ. അപ്പൊ അങ്ങനെയുള്ളവരുണ്ട് എങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഒന്നോ രണ്ടോ മൂന്നോ തവണയായിട്ട് കാണുക. ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് മാത്രമേ ഉള്ളൂ. അതിനോടൊപ്പം തന്നെ ഓരോ സ്ഥലത്തും എന്തെങ്കിലും ഡൗട്ട് തോന്നുന്ന സാധനം ഞാൻ പറയുന്നുണ്ടെങ്കിൽ അവിടെ എല്ലാം ഞാൻ ഐ ബട്ടണിൽ ഞാൻ മുന്നേ ചെയ്ത വീഡിയോസിന്റെ റെലവന്റ് ലിങ്ക്സ് കൊടുക്കും. ആ വീഡിയോസ് കൂടി കണ്ടിട്ട് വരികയാണെങ്കിൽ നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി NFTസിനെ പറ്റിയും ഈ ഒരു ലോകത്തെ പറ്റിയും മനസ്സിലാക്കാൻ പറ്റും. കുറച്ച് ഇൻട്രോക്ക് സമയം എടുത്തിട്ടുണ്ട് എന്ന് എനിക്കറിയാം. കാര്യം ഇതൊരു തുടക്കമാണ്. NFTയുടെ ഒരു വലിയ ലോകത്തിലേക്കുള്ള എൻട്രിയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇവിടെ കുറെ കാര്യങ്ങൾ നമ്മൾ ആസ് എ കമ്മ്യൂണിറ്റി ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇത്ര സമയം എടുത്തത്. അപ്പോൾ ഇനി അധികം സമയം വേസ്റ്റ് ചെയ്യാതെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ ലെറ്റ്സ് എൻ്റർ ദ വേൾഡ് ഓഫ് NFT അല്ലെ. അപ്പോൾ എപ്പോഴത്തെ പോലെയും വീഡിയോ മുഴുവനായും ശ്രദ്ധിച്ച് തന്നെ കാണുക. ഇതെല്ലാം മനസ്സിലാക്കാനായിട്ട് ദ നെയിം ഈസ് ഷാരിഖ് ഷംസുദ്ദീൻ. വെൽക്കം ടു മാർക്കറ്റ് ഫീഡ്. വളരെ മനോഹരമായിട്ടുള്ള രീതിയിൽ NFT എന്താണെന്ന് കംപ്ലീറ്റ്ലി മനസ്സിലാക്കുന്ന ഒരു രീതിയിലാണ് ഈ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വീഡിയോയിലേക്ക് കയറുന്നതിന് മുമ്പ് ഇതിന്റെ ടേബിൾ ഓഫ് കോണ്ടന്റ്സ് നമുക്കൊന്ന് കാണാം. ഏറ്റവും ആദ്യത്തെ സെഗ്മെന്റ് എന്ന് പറയുന്നത് എന്താണ് NFT എന്നുള്ളത് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള രീതിയിൽ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ ഡെഫിനിഷൻ പറഞ്ഞ് മനസ്സിലാക്കാൻ ഞാൻ ശ്രമിക്കുന്നില്ല, വാക്കിന്റെ അർത്ഥം എന്താണെന്ന് പറഞ്ഞു തരാൻ ഞാൻ ശ്രമിക്കുന്നില്ല. എന്നാൽ കഥകൾ കേട്ടുകൊണ്ട്, എക്സാമ്പിൾസ് കേട്ടുകൊണ്ട് നമ്മൾ എന്താണ് NFT എന്ന് അതിശക്തമായി മനസ്സിലാക്കാൻ പോവുകയാണ്. രണ്ടാമത്തെ സെഗ്മെന്റ് ഇതിനേക്കാളും ഇമ്പോർട്ടന്റ് ആണ്. അതായത് ശരി, NFT എന്താണെന്നൊക്കെ മനസ്സിലായി, എന്നാൽ വൈ ഷുഡ് യു ഈവൻ ബി ഇൻട്രസ്റ്റഡ് ഇൻ NFTs? നിങ്ങൾക്ക് എന്താ ഗുണമുള്ള NFTs? NFTയുടെ ലോകം കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? പൈസ ശരിക്കും ഉണ്ടാക്കാൻ പറ്റുമോ? അതിന് അറൗണ്ടുള്ള കാര്യങ്ങൾ, വൈ ഷുഡ് യു ബി ഇൻട്രസ്റ്റഡ് ഇൻ NFTs ആണ് സെക്കൻഡ് സെഗ്മെന്റിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് രണ്ടും കേൾക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് NFTനെ പറ്റി ഒരു മുഴുവനായിട്ട് ഐഡിയ കിട്ടുകയും ഇതിൽ നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യണോ വേണ്ടിയോ എന്നുള്ള ഡിസിഷനിലേക്ക് എത്താനും പറ്റും. അപ്പോൾ ഏറ്റവും ആദ്യത്തെ സെഗ്മെന്റിലേക്ക് നമുക്ക് കിടക്കാം. എന്താണ് NFTs എന്ന് അതിശക്തമായി തന്നെ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ കുറേ അധികം കഥകളിലൂടെയും എക്സാമ്പിൾസിലൂടെയും നമ്മളിത് പഠിക്കാൻ പോകുന്നത്. ഏറ്റവും ആദ്യത്തെ കഥ നമുക്ക് കേൾക്കാം. വളരെ സമാധാനപരമായിട്ട് കേട്ടുപോയാൽ മതി, എല്ലാം തന്നെ മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ഏറ്റവും ആദ്യത്തെ കഥ എന്ന് പറയുന്നത് സ്റ്റോറി ഓഫ് കറൻസിയാണ്.
നമ്മളിത് മുന്നേ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. എന്നാലും ഒന്ന് വളരെ പെട്ടെന്ന് നമുക്ക് കേട്ടു നോക്കാം. അപ്പൊ കറൻസി എന്ന് പറയുന്നത് തുടങ്ങിയത് ഗോൾഡിൽ നിന്നാണ്, പിന്നീട് അത് ക്യാഷ് ഫോമിലേക്ക് പോയി, അങ്ങനെ പല രീതിയിൽ കറൻസി ഇവോൾവ് ആയി വരികയാണ്. എന്നാൽ ഇന്നത്തെ കാലഘട്ടം വന്നപ്പോൾ കറൻസിക്ക് ഒരു നെക്സ്റ്റ് സ്റ്റെപ്പ് ഓഫ് ഇവല്യൂഷന്റെ ആവശ്യമുണ്ടായി. എന്തുകൊണ്ടാണ്? നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ എക്സിസ്റ്റിംഗ് കറൻസി എന്താണ് അല്ലെ? എല്ലാ രാജ്യത്തിനും അവരുടേതായ കറൻസി ഉണ്ട്, ക്യാഷ് ആയിട്ട്, അതായത് നോട്ടിന്റെ രൂപത്തിൽ ക്യാഷ് ആയിട്ട് അവൈലബിൾ ആണ് അല്ലെ? അപ്പൊ ഇന്നത്തെ എക്സിസ്റ്റിംഗ് കറൻസിയുടെ പ്രശ്നങ്ങൾ എന്താണ്? ഓൾറെഡി പഠിച്ചതാണ് നമ്മൾ. എന്നാലും പുതിയ ആൾക്കാർ കേൾക്കാനായിട്ട് പറയുകയാണെങ്കിൽ അത് സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു അതോറിറ്റിയാണ് കൺട്രോൾ ചെയ്യുന്നത് അല്ലേ? എല്ലാ രാജ്യത്തിനും ഗവൺമെന്റ് ആണ് അവിടുത്തെ കറൻസി പുറത്തിറക്കുന്നത്. അതുകൊണ്ട് തന്നെ പല പ്രശ്നങ്ങളുമുണ്ട്. ഒരു സെൻട്രലൈസ്ഡ് കൺട്രോൾ ഉണ്ട് എന്ന് വേണമെങ്കിൽ അവർ നിർത്തലാക്കാം. ഡിമോണറ്റൈസേഷൻ ഒക്കെ നടന്നതുപോലെ. അതുപോലെ തന്നെ ക്യാഷിന്റെ ട്രാൻസാക്ഷൻ സേഫും സെക്യൂറും അല്ല. പലപ്പോഴും പല ബാങ്കുകളാണ് കൺട്രോൾ ചെയ്യുന്നത്. ആ ബാങ്കുകൾ പൂട്ടിപ്പോയേക്കാം, നമ്മുടെ ക്യാഷ് നഷ്ടപ്പെട്ടു പോയേക്കാം. അതുപോലെ ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ കുറേയധികം സമയമെടുത്തേക്കാം, കുറെ ട്രാൻസാക്ഷൻ ചാർജസ് വന്നേക്കാം. അപ്പോൾ ഇന്നത്തെ കറൻസിയുടെ സിസ്റ്റത്തിന് കുറേയധികം പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ആ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാനായിട്ട് മനുഷ്യൻ മുന്നിലേക്ക് വെച്ച സൊല്യൂഷൻ എന്താണ്? ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയാണ് അല്ലേ? അതായത് ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയിൽ ഒരു ക്രിപ്റ്റോ കറൻസി റണ്ണ് ചെയ്തിട്ട് അതിലൂടെ കറൻസി റണ്ണ് ചെയ്യുകയാണ് എങ്കിൽ അതൊരു വളരെ നല്ല സൊല്യൂഷൻ ആണ്. കറൻസിയുടെ ഇവോൾവ്ഡ് ഫോം ആണ്. ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ ഇല്ലാണ്ടാക്കാമെന്ന് നമ്മൾ പഠിച്ചു. അങ്ങനെ വന്ന ഏറ്റവും ആദ്യത്തെ സൊല്യൂഷൻ എന്താണ്? നമ്മൾ പഠിച്ചതാണ്, ബിറ്റ്കോയിൻ ആണ് അല്ലേ? ബിറ്റ്കോയിൻ കറൻസിയുടെ ഒരു ഇവോൾവ്ഡ് ഫോം ആണ്. അത് എങ്ങനെയാണ്? ബിറ്റ്കോയിൻ എവിടെയാണ് റൺ ചെയ്യുന്നത്? ഒരു ബ്ലോക്ക് ചെയിനിലാണ് അല്ലേ? അപ്പൊ ബ്ലോക്ക് ചെയിൻ എന്ന ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് കറൻസിയിൽ എക്സിസ്റ്റിംഗ് പ്രോബ്ലം സോൾവ് ചെയ്തിട്ട് ഒരു പുതിയ സൊല്യൂഷനിലേക്ക് നമുക്ക് എത്താൻ പറ്റിയെന്ന് പറയാം. അപ്പൊ ബിറ്റ്കോയിൻ, ബ്ലോക്ക് ചെയിൻ എന്ന സൊല്യൂഷൻ എന്താണ്? ബിറ്റ്കോയിൻ എന്ന പുതിയ കറൻസിക്ക് കൊടുത്ത പവേഴ്സ്, അത് ഡീസെൻട്രലൈസ്ഡ് ആണ്, ആരുടെയും കൺട്രോൾ ഇല്ല. ഒരു ബിറ്റ്കോയിൻ ആരുടെ കയ്യിലാണ് ഓണർഷിപ്പ് എന്നുള്ളത് അത് ബ്ലോക്ക് ചെയിനിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ബ്ലോക്ക് ചെയിൻ എവിടെ എക്സിസ്റ്റ് ചെയ്യുന്നത്? ഒരു നെറ്റ്വർക്ക് ഓഫ് കമ്പ്യൂട്ടേഴ്സിലാണ് അല്ലേ? ഒരു പബ്ലിക് ഡിസ്ട്രിബ്യൂട്ടഡ് ലെഡ്ജറിലാണ് ഇതിന്റെ ഡേറ്റ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഡേറ്റ ആർക്കും നശിപ്പിച്ച് കളയാനോ അതിന്റെ കൂടെ കളിക്കാനോ അവിടെ എന്തെങ്കിലും തിരിമറി നടത്താനോ ഒന്നും ആർക്കും പറ്റുന്നില്ല. അപ്പോൾ ഒരു ബിറ്റ്കോയിൻ ആര് ഓൺ ചെയ്യുന്നു, ആർക്ക് അയച്ചു കൊടുത്തു, എത്ര ബിറ്റ്കോയിൻ അയച്ചു കൊടുത്തു, എപ്പോൾ അയച്ചു കൊടുത്തു, ഈ ഡേറ്റ എല്ലാം തന്നെ എവിടെ സ്റ്റോർ ആകുന്നുണ്ട്? ബ്ലോക്ക് ചെയിനിൽ സ്റ്റോർ ആവുന്നുണ്ട്. ബ്ലോക്ക് ചെയിന്റെ പവർ എന്താണ്? അത് ഡീസെൻട്രലൈസ്ഡ് ആണ്. അതുമായിട്ട് ആർക്കും ഒരു തിരിമറി നടത്താനും പറ്റില്ല. കറക്റ്റ് ആണ്. ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ ആദ്യമായിട്ട് കേൾക്കുന്നവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ റിവിഷൻ വേണം എന്നുള്ളവരുണ്ടെങ്കിൽ ഇതാ ഇവിടെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. ഈ വീഡിയോ കണ്ടാൽ വിശദമായിട്ട് പഠിക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ എന്ത് മനസ്സിലായി? കറൻസി എന്നുള്ള ഒരു ലോകത്തിലെ പല പ്രശ്നങ്ങളുണ്ടായി. ആ പ്രശ്നത്തിന് സൊല്യൂഷൻ വേണമായിരുന്നു, ഒരു ഇവല്യൂഷൻ വേണമായിരുന്നു. ഇവല്യൂഷൻ ആര് കൊടുത്തു? ബ്ലോക്ക് ചെയിൻ ടെക്നോളജി എന്നുള്ള ആ ഒരു ഡീസെൻട്രലൈസ്ഡ് സിസ്റ്റം ഒരു സൊല്യൂഷൻ കൊടുത്തു. ഇതൊരു കഥ മനസ്സിലായല്ലോ. അപ്പോൾ നമുക്ക് അടുത്ത കഥ കേൾക്കാം. ആപ്ലിക്കേഷൻസ്. ഇന്ന് നമ്മുടെ ചുറ്റും നോക്കിയാൽ പലതരത്തിലുള്ള ആപ്ലിക്കേഷൻസ് ഉണ്ട് അല്ലേ? ആമസോൺ പോലുള്ള ഇ കൊമേഴ്സ് ആപ്ലിക്കേഷൻ ഉണ്ട്, ടിൻഡർ പോലുള്ള ഡേറ്റിംഗ് ആപ്ലിക്കേഷൻ ഉണ്ട്, അങ്ങനെ പല ആപ്ലിക്കേഷൻ നമ്മുടെ ചുറ്റുമുണ്ട്. എന്നാൽ ഈ ആപ്ലിക്കേഷനുകളിലേക്ക് നോക്കിയാൽ ഈ ആപ്ലിക്കേഷനുകളിലും പല പ്രശ്നങ്ങളില്ലേ? എല്ലാ ആപ്ലിക്കേഷനും റണ്ണ് ചെയ്യുന്നത്, ഓൺ ചെയ്യുന്നത് ഒരു സെൻട്രലൈസ്ഡ് അതോറിറ്റിയാണ്. ആ സെൻട്രലൈസ്ഡ് അതോറിറ്റിക്ക് അവിടെ എന്ത് തീരുമാനങ്ങളും എടുക്കാം, എങ്ങനെ വേണമെങ്കിലും കൺട്രോൾ ചെയ്യാം. അവിടെ അതിനകത്തുള്ള ചാർജസ് ഡിസൈഡ് ചെയ്യാം, പെട്ടെന്ന് കൂട്ടിക്കളയാം, കുറച്ച് കളയാം. അവരുടെ ഫുൾ കൺട്രോളിലാണ് ഈ ആപ്ലിക്കേഷൻ റൺ ആകുന്നത്. അപ്പോൾ ആപ്ലിക്കേഷന്റെ കേസിലും ഒരു നെക്സ്റ്റ് ലെവൽ ഓഫ് ഇവല്യൂഷൻ ഉണ്ടോ എന്ന് ആലോചിച്ചപ്പോൾ സൊല്യൂഷൻ ആയിട്ട് വന്നത് എന്താണ്? ബ്ലോക്ക് ചെയിൻ ടെക്നോളജി തന്നെയാണ് അല്ലേ? അവിടെയാണ് ഡീസെൻട്രലൈസ്ഡ് ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞിട്ട് ബ്ലോക്ക് ചെയിനിൽ റൺ ആകുന്ന ആപ്ലിക്കേഷനുകൾ വരുന്നത്. ഇവിടെ എന്താണ് സ്പെഷ്യാലിറ്റി ഉള്ളത്? ഈ ഡീസെൻട്രലൈസ്ഡ് ആപ്ലിക്കേഷനിലുള്ള എല്ലാ ഡേറ്റകളും എല്ലാ ട്രാൻസാക്ഷനുകളും ബ്ലോക്ക് ചെയിനിലാണുള്ളത്. ഡീസെൻട്രലൈസ്ഡ് ആണ്, ഡേറ്റ കംപ്ലീറ്റ്ലി അത് ഈ ഒരു ബ്ലോക്ക് ചെയിനിൽ തന്നെയാണുള്ളത്. ആരുടെയും സെൻട്രൽ കൺട്രോളിലില്ല. വളരെയധികം സുതാര്യമാണ്, സെക്യൂർ ആണ്, സേഫ് ആണ്. ശരിയല്ലേ? അതുപോലെ തന്നെ ആ ഒരു ബ്ലോക്ക് ചെയിൻ അകത്ത് കറൻസി ഉണ്ടെങ്കിൽ അതിലൂടെ ആയിരിക്കും ട്രാൻസാക്ഷൻസ് നടക്കുന്നത്. അപ്പോൾ ബ്ലോക്ക് ചെയിൻ എന്ന സൊല്യൂഷനിലൂടെ ആപ്ലിക്കേഷനുകളിലുള്ള പ്രശ്നങ്ങൾ മാറ്റിയിട്ട് ഡീസെൻട്രലൈസ്ഡ് ആപ്ലിക്കേഷൻ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ബ്ലോക്ക് ചെയിനിൽ എക്സിസ്റ്റ് ചെയ്യുന്ന സ്മാർട്ട് കോൺട്രാക്ട്സ് ഉള്ളത് കൊണ്ട് തന്നെ ഈ ഡീസെൻട്രലൈസ്ഡ് ആപ്ലിക്കേഷനിലെ പല ഫംഗ്ഷൻസും ഓട്ടോമേറ്റഡ് ആയിട്ട് നടന്നോളും. ഒരു സെൻട്രലൈസ്ഡ് കൺട്രോളിന്റെ ആവശ്യവുമില്ല. അപ്പൊ ഇതും നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ് അല്ലെ? നമ്മൾ ഇതീറിയത്തിനെ പറ്റി പഠിച്ച വീഡിയോയില് ലിങ്ക് ഞാൻ ഇവിടെ അഗൈൻ കൊടുക്കുന്നുണ്ട്. നമ്മൾ സ്മാർട്ട് കോൺട്രാക്ട്സ് എന്താണെന്നും ഡീസെൻട്രലൈസ്ഡ് ആപ്ലിക്കേഷൻ എന്താണെന്നും പഠിച്ചിട്ടുണ്ട്. അപ്പൊ അത് കണ്ടിട്ട് വന്നാലും മനസ്സിലാകും. എന്ത് മനസ്സിലാകും? ആപ്ലിക്കേഷനുകൾക്ക് പല പ്രശ്നങ്ങൾ ഉണ്ടായി, അതും ബ്ലോക്ക് ചെയിൻ എന്ന ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് ഡീസെൻട്രലൈസ്ഡ് ആപ്ലിക്കേഷൻ ഉണ്ടായിട്ട് സോൾവ് ചെയ്യാൻ പറ്റിയെന്ന്. ഇപ്പൊ മനസ്സിലാവുന്നില്ല എന്തുകൊണ്ടാണ് ഇത്രയും വീഡിയോസ് ചെയ്തതെന്ന്. അപ്പൊ ഈ രണ്ട് കഥകളിൽ എക്സിസ്റ്റ് ചെയ്യുന്ന പ്രോബ്ലംസിന് ബ്ലോക്ക് ചെയിൻ എങ്ങനെ ഒരു സൊല്യൂഷൻ കൊടുത്തു എന്നും ചെറിയൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ, ക്രിപ്റ്റോ കറൻസി എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്ന ചെറിയൊരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നമുക്കിനി മുന്നിലേക്ക് മറ്റൊരു കഥ കേൾക്കാം. നമുക്ക് കഥ കേൾക്കാം ഒരു ഡിജിറ്റൽ ആർട്ടിസ്റ്റിന്റെ.
നമുക്ക് പടം വരയ്ക്കുന്നവർ മാത്രം ഫോക്കസ് ചെയ്യാം. അതായത് പണ്ട് ക്യാൻവാസിൽ പടം വരയ്ക്കുന്നതിന് പകരം ഇന്ന് ആൾക്കാർ ഫോട്ടോഷോപ്പിലും ഇല്ലസ്ട്രേറ്ററിലും ഒക്കെ പടം വരച്ചിട്ട് അല്ലെങ്കിൽ വെബ്സൈറ്റുകൾ ഡിസൈൻ ചെയ്തിട്ട് ബേസിക്കലി അവരവരുടെ ഡിസൈൻസ് ഉണ്ടാക്കിയിട്ട് വിൽക്കുന്ന ഡിജിറ്റൽ ആർട്ടിസ്റ്റ് ഇന്ന് നമ്മുടെ നാട്ടിലുണ്ട് അല്ലേ. അപ്പോൾ അവരെന്തെങ്കിലും പ്രോബ്ലംസ് നേരിടുന്നുണ്ടോ എന്ന് നമുക്കൊന്ന് കേട്ട് നോക്കാം. ഇവിടെ നമുക്കൊരു എക്സാമ്പിൾ, ഒരാളുടെ എക്സാമ്പിൾ എടുത്തിട്ട് ഒരു കഥ കേട്ടുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം. അപ്പോൾ ഇതാ നമ്മുടെ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ഉണ്ടാക്കുന്ന ആദിനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. എത്ര നല്ല ഡിസൈൻസ് ആണ് ആദി ഉണ്ടാക്കുന്നത് അല്ലേ. അപ്പൊ ആദി തീർച്ചയായിട്ടും ഇന്നൊരു ഡിജിറ്റൽ ആർട്ടിസ്റ്റ് ആണ് അല്ലെ, കുറെ ഡിജിറ്റൽ ആയിട്ടുള്ള ആർട്സ് ഉണ്ടാക്കുന്ന ആളാണ്. അപ്പോൾ ആദി എന്ത് പ്രശ്നമാണ് നേരിടുന്നത് നമുക്കൊന്ന് കേട്ട് നോക്കാം. അപ്പൊ ആദ്യം ഒരു ഡിജിറ്റൽ ആർട്ട് ഉണ്ടാക്കി, റൈറ്റ്. ഇപ്പൊ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റുന്നു എന്ന് വിചാരിക്കുന്നു. ആദ്യം ഉണ്ടാക്കിയ ഒരു ഡിജിറ്റൽ ആർട്ടാണ്. അപ്പൊ ഇത് ആദ്യം ഇത് വിൽക്കണം എന്നുണ്ട്, പുള്ളി ഉണ്ടാക്കിയല്ലേ, ഇതിന് പൈസ കിട്ടണം, അത് വിൽക്കണം എന്ന് വിചാരിച്ചിട്ട് ഒരു വെബ്സൈറ്റിൽ പോയിട്ട് അത് വിൽക്കാനായിട്ട് ലിസ്റ്റ് ചെയ്തു. ഫോർ എക്സാമ്പിൾ ഡ്രിബിൾ എന്ന വെബ്സൈറ്റിൽ പോയിട്ട് അതിനെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മറ്റൊരാൾ വന്നിട്ട് അത് പൈസ കൊടുത്ത് വാങ്ങിച്ചു. എക്സാമ്പിൾ ഞാൻ തന്നെ എടുക്കാം, റൈറ്റ്. അപ്പോൾ ഷാരിക്ക് പോയിട്ട് ആദിയുടെ അടുത്ത് നിന്ന് ചെറിയ പൈസ കൊടുത്തിട്ട് ആ ഒരു ഇമേജ് വാങ്ങിച്ചു, ഷാരിക്കിന് ഉപയോഗിക്കാനാണെന്ന് പറഞ്ഞു. ആദ്യ ഹാപ്പി, ആദ്യക്ക് പൈസ കിട്ടി, ആദ്യയുടെ പണിക്ക് പൈസ കിട്ടി. അത് വിറ്റതിന് ശേഷം ആദ്യ വെബ്സൈറ്റിൽ നിന്ന് ഇറങ്ങി ആദ്യം പിന്നീട് വേറൊരു വെബ്സൈറ്റിൽ പോവുക. അപ്പൊ ആദ്യം നോക്കുമ്പോൾ ആദ്യം വിറ്റ അതേ ഇമേജ് വേറൊരു വെബ്സൈറ്റുകാരൻ വേറെന്തോ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിച്ച് വെച്ചിരിക്കുന്നു. അപ്പൊ ആദ്യം നോക്കുമ്പോൾ അത് ഫേക്ക് യൂസേജ് ആണ്. ഒരു ഓണർഷിപ്പും ഇല്ലാതെ മറ്റൊരാൾ തട്ടിപ്പ് രീതിയിൽ ആദ്യയുടെ ഡ്രിബിളിൽ വന്നിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ആ സേവ് ഇമേജ് ആസ് എന്ന് കൊടുത്തിട്ട് ആ ഇമേജ് കൊണ്ടുപോയിട്ട് മറ്റൊരാൾ ഉപയോഗിച്ചു. ആദ്യം പിന്നെ വേറൊരു ന്യൂസ് വെബ്സൈറ്റിൽ പോയപ്പോൾ ആ ന്യൂസ് വെബ്സൈറ്റിന്റെ തംബ്നെയിലും ആദിയുടെ പടം കിടക്കുന്നു. അപ്പൊ ആദിക്കറിയാം ആദി എനിക്കാണല്ലോ വിറ്റത്, ഞാൻ എന്തായാലും അവർക്ക് കൊടുത്തിട്ടില്ല എന്നുള്ളത് ആദിക്കറിയാം. അപ്പൊ ഇതെല്ലാം അൺഓതറൈസ്ഡ് യൂസ് ആണ് എന്ന് ആദിക്കറിയാം. അവരെല്ലാവരും ആദിയുടെ ഫേക്ക് പ്രൊഡക്ട്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഒബ്വിയസ് അല്ലേ. ഏതൊരു ഇമേജ് ഉണ്ടെങ്കിലും ആരും എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാം. കോപ്പിറൈറ്റ് ഒന്നും ആരും നോക്കാതെ നമ്മൾ അറിയുന്ന ഒരു ലോകമാണ് ഈ ഡിജിറ്റൽ ആർട്ടിന്റെ ലോകം. അപ്പൊ ആദിക്ക് വിഷമമായി. അതായത് ആദിയുടെ ഓണർഷിപ്പിലുള്ള സാധനം ബാക്കിയുള്ള ഒരു ഫേക്ക് ആയിട്ട് യൂസ് ചെയ്യുന്നത് ആദിക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ ആദ്യം അവരുടെ സംസാരിക്കാൻ പോയി എന്ന് വിചാരിക്കുക. ആദ്യം എങ്ങനെ പ്രൂവ് ചെയ്യും അത് ആദിയുടെ ഇമേജ് ആണെന്ന്? ആദ്യം പറഞ്ഞു ആദിയുടെ ഇമേജ് ആണെന്ന്, മറ്റൊരു പറഞ്ഞു ഞങ്ങൾക്കറിയില്ല, ഇത് ഞങ്ങളുടെ ഇമേജ് ആണെന്ന് ആദ്യം പറഞ്ഞു എന്ന് അവർ പറഞ്ഞു എന്ന് വിചാരിക്കുക. അപ്പൊ പ്രശ്നം എന്ന് പറയുന്നത് ആദിയുടെ ഓണർഷിപ്പ് പ്രൂവ് ചെയ്യാൻ പറ്റുന്നില്ല. അത് ആദ്യം നേരിടുന്ന ഒരു പ്രശ്നമാണ്, അല്ലെങ്കിൽ ഒരു ഡിജിറ്റൽ ആർട്ടിസ്റ്റ് നേരിടുന്ന പ്രശ്നമാണ്. മെൻഷൻ ചെയ്തു വെച്ചോ, ഓണർഷിപ്പ് പ്രൂഫ് ഇസ് എ മേജർ തിങ് വെൻ ഇറ്റ് കംസ് ടു ആർട്ടിസ്റ്റ്. അതൊന്ന്. രണ്ടാമത്തെ പ്രശ്നം ആദ്യം നേരിടുന്നത് ആദ്യം എനിക്കത് ഒരു പൈസക്ക് വിറ്റു, ഞാൻ കുറെ നാളത് ഹോൾഡ് ചെയ്തു. വേറൊരാൾ നോക്കുമ്പോൾ വേറൊരാളെ കണ്ടപ്പോൾ, വേറൊരു വലിയൊരു ആർട്ട് എന്തൂസിയാസ്റ്റിനെ കണ്ടപ്പോൾ അയാൾക്ക് ഞാൻ ഈ പടം കാണിച്ചു കൊടുത്തു. അയാൾക്ക് ഈ പടം ഇഷ്ടപ്പെട്ടു. ഞാൻ അയാൾക്ക് കൂടിയ വിലക്ക് ഈ ഇമേജ് വിറ്റു. അപ്പൊ ഞാൻ അയാൾക്ക് കൂടിയ വിലക്ക് ഇമേജ് വിറ്റത് പാവം ആദ്യം അറിഞ്ഞിട്ട് പോലും ഇല്ല. ആദിക്ക് അതിൽ നിന്ന് ₹1 പോലും ലാഭം കിട്ടുന്നുമില്ല. ആദിയുടെ ക്രിയേഷൻ അല്ലേ. അപ്പൊ ആദിക്ക് ഈ ഞാൻ നടത്തിയ വലിയ സെയിലിൽ റോയൽറ്റി കിട്ടുന്നില്ല. അതും ആദ്യം നേരിടുന്ന ഒരു പ്രശ്നമല്ലേ. ആദിനെ നമുക്ക് ഡിജിറ്റൽ ആർട്ടിസ്റ്റിനെ കൊണ്ട് റീപ്ലേസ് ചെയ്യാൻ പറ്റും. അപ്പൊ ഡിജിറ്റൽ ആർട്ടിസ്റ്റിന് എന്ത് പ്രശ്നമുണ്ടെന്ന് മനസ്സിലായി. അവർക്ക് അവരുടെ ഓണർഷിപ്പ് പ്രൂവ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം ആർക്കും എങ്ങനെ വേണമെങ്കിലും എന്തിനെ ഫേക്ക് ഉണ്ടാക്കാൻ പറ്റും അല്ലെ. മോണാലിസയുടെ ഒരു ഇമേജ് ഇവിടെ കാണിച്ചു തന്നാൽ, ഇവിടെ ഏതെങ്കിലും നാട്ടിലെ ഏതെങ്കിലും കടയിൽ പോയിട്ട് ഒരു മോണാലിസയുടെ ഇമേജ് കാണിച്ചാലും നിങ്ങൾക്ക് പോലും പറയാൻ പറ്റില്ല ഒറിജിനൽ ഏതാണെന്ന് ഫേക്ക് ഏതാണെന്ന് നിങ്ങൾക്ക് പോലും പറയാൻ പറ്റില്ല. ഓണർഷിപ്പ് പ്രൂവ് ചെയ്യാൻ യാതൊരുവിധ സ്ട്രോങ് ആയിട്ടുള്ള സാധനം റിയൽ വേൾഡിലും ഇല്ല, ഡിജിറ്റൽ വേൾഡിലും ഇല്ല എന്നുള്ളതാണ് കണ്ടുവരുന്നത്. അപ്പോൾ ഓണർഷിപ്പ് പ്രൂവ് ചെയ്യൽ ഒരു പ്രശ്നമാണ്. അതുപോലെ തന്നെ മുന്നിലേക്ക് ഇതിന്റെ സെയിൽ നടക്കുമ്പോൾ അതിന്റെ കട്ട് കിട്ടുന്നില്ല, അതിൽ നിന്ന് റോയൽറ്റി കിട്ടുന്നില്ല എന്ന് ഡിജിറ്റൽ ആർട്ടിസ്റ്റ് നേരിടുന്ന ഒരു പ്രശ്നമാണ്. അപ്പൊ എന്തായാലും ഇത്രയും കേട്ടതിൽ നിന്ന് ഡിജിറ്റൽ ആർട്ടിസ്റ്റ് നേരിടുന്ന പ്രശ്നം എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ആദ്യം കേട്ട കഥകളിൽ എന്ത് മനസ്സിലായി? ഇന്നത്തെ കാലഘട്ടത്തിൽ നടക്കുന്ന പല പ്രശ്നങ്ങൾക്കും സൊല്യൂഷൻ ബ്ലോക്ക് ചെയിൻ എന്ന ടെക്നോളജി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ആദ്യം അടക്കമുള്ള ഡിജിറ്റൽ ആർട്ടിസ്റ്റ് എന്താണ് ചിന്തിക്കുന്നത്? നമ്മൾ നേരിടുന്ന അല്ലെങ്കിൽ ഡിജിറ്റൽ ആർട്ടിസ്റ്റ് നേരിടുന്ന ഈ ഒരു പ്രശ്നത്തിനും ബ്ലോക്ക് ചെയിൻ ഒരു സൊല്യൂഷൻ കൊടുക്കാൻ പറ്റുമോ എന്നുള്ളത്. പണത്തിന് പ്രശ്നം ഉണ്ടായിരുന്നപ്പോൾ പണം പോലെ ഒരു സാധനത്തിനെ ബ്ലോക്ക് ചെയിനിൽ ഇട്ടിട്ട് അതിനെ ബിറ്റ് കോയിൻ എന്ന് വിളിച്ചു, അല്ലെ, ഒരു ക്രിപ്റ്റോ കറൻസി ആക്കി എടുത്തു. അതുപോലെ തന്നെ ബ്ലോക്ക് ചെയിൻ ടെക്നോളജി ഉപയോഗിച്ച് ഡിജിറ്റൽ ആർട്ടിസ്റ്റ് ചിന്തിക്കുകയാണ് അവരുടെ ആർട്ടിനെയും ഒരു ടോക്കൺ ആക്കിയിട്ട് ഒരു ബ്ലോക്ക് ചെയിനിലേക്ക് കയറ്റാൻ പറ്റുമോ എന്നുള്ളത്. അങ്ങനെ കയറ്റിയാൽ ഇവരുടെ പ്രശ്നത്തിന് സൊല്യൂഷൻ ആകാൻ പറ്റുമോ എന്ന് ഡിജിറ്റൽ ആർട്ടിസ്റ്റ് ചിന്തിക്കുകയാണ്. നമുക്കൊരു കഥ പോലെ തന്നെ കേൾക്കാം. ഇങ്ങനെ ചെയ്തു നോക്കിയാൽ ഒരു കഥ പോലെ കേട്ടിട്ട് ഇത് വർക്ക് ആകുന്നു എന്ന് നമുക്ക് കേട്ട് നോക്കാം. ഓക്കെ, അപ്പൊ ആദ്യത്തെ കഥ കേട്ടതാണ്. ഇനി നമ്മൾക്ക് ആദ്യം തന്നെ ഇതേ ഒരു ഇമേജിനെ വെറുതെ ഇമേജ് ആയിട്ട് വിൽക്കുന്നതിന് പകരം ഇതിനൊരു ക്രിപ്റ്റോ ടോക്കൺ ആക്കി വിറ്റാൽ ബ്ലോക്ക് ചെയിന്റെ ടെക്നോളജി ഉപയോഗിച്ചാൽ എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടോ എന്ന് കേട്ട് നോക്കാം. റൈറ്റ്. അപ്പൊ നേരത്തെ ആദ്യം ആ ഒരു ഇമേജിനെ നേരെ ഒരു dribble.com അപ്ലോഡ് ചെയ്തു വിൽക്കാനാണ് ശ്രമിച്ചത്. എന്നാൽ ഇവിടെ ആദ്യം ചെയ്യുന്നത് ആദ്യം തന്നെ ഈ ഒരു ഇമേജിനെ ഒരു ബ്ലോക്ക് ചെയിനിനകത്തേക്ക് ഒരു ടോക്കൺ ആയിട്ട്, ഒരു ക്രിപ്റ്റോ ടോക്കൺ ആയിട്ട് കയറ്റുകയാണ് ചെയ്യുന്നത്. അതായത് കയ്യിലുള്ള അസറ്റിനെ ടോക്കണൈസ് ചെയ്യുകയാണ്. അസറ്റ് ടോക്കണൈസേഷൻ എന്നൊരു വാക്കുണ്ട്, അത് ഇതിനുമായിട്ട് ഡയറക്ട്ലി ലിങ്ക്ഡ് അല്ല, എന്നാലും പെട്ടെന്ന് കേൾക്കാൻ മനസ്സിലാകുന്നതുകൊണ്ട് ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. ഇല്ലേ, കയ്യിലുള്ള ആ ഒരു ഡിജിറ്റൽ അസറ്റ് അല്ല ഇമേജ് എന്ന് പറയുന്നത്, അതിനെ ഒരു ടോക്കൺ ആയിട്ട്, ഈ അസറ്റിനെ ടോക്കൺ ആയിട്ട് മാറ്റുകയാണ്. അസറ്റ് ടോക്കണൈസേഷൻ ചെയ്തിട്ട് അതിനൊരു ബ്ലോക്ക് ചെയിനിലേക്ക് കയറ്റുകയാണ്.
അപ്പോൾ അഗെയിൻ എക്സാമ്പിൾ ആയിട്ട് കഥ പോലെ പറയുന്നുണ്ട് ഇതീറിയത്തിന്റെ ബ്ലോക്ക് ചെയിനിലേക്ക് ആദ്യം കയറ്റി എന്ന് വിചാരിക്കുക. അപ്പോൾ ഈ ഒരു ബ്ലോക്ക് ചെയിനിൽ ഒരു ടോക്കൺ ആയിട്ട് ഈ അസറ്റിനെ കയറ്റിക്കൊണ്ട് എന്ത് ഉപയോഗമുണ്ട്? അതിൽ പബ്ലിക് ഡിസ്ട്രിബ്യൂട്ടഡ് ലെഡ്ജറിൽ നല്ല വ്യക്തമായിട്ട് അതിന്റെ മെറ്റാഡേറ്റയിൽ എഴുതി വെക്കും അതിന്റെ ഓണർ ആരാണെന്ന്. എന്ന് വേണമെങ്കിൽ എവിടെ വേണമെങ്കിലും ആദ്യം ആ ഒരു അസറ്റ് കാണിച്ചിട്ട് പറയാൻ പറ്റും. ആ ഡിജിറ്റൽ അസറ്റ് കാണിച്ചിട്ട് അതൊരു ടോക്കൺ ആണല്ലോ, അതിന്റെ ഡേറ്റ കാണിച്ചു കൊടുത്തിട്ട് പറയാൻ പറ്റും ഞാനാണ് അതിന്റെ ഓണർ എന്ന്. എന്തായാലും ആദ്യം ആ ഒരു പണി എടുത്തിട്ടുണ്ട്, ഒരു എക്സ്ട്രാ പണി എടുത്തിട്ട് ബ്ലോക്ക് ചെയിനിലേക്ക്, എതീറിയത്തിന്റെ ബ്ലോക്ക് ചെയിനിലേക്ക് തന്നെ കയറ്റി. അതിനുശേഷം എന്താ നെക്സ്റ്റ് പറഞ്ഞ കഥ പോലെ തന്നെ കേൾക്കാം, അത് എനിക്ക് വിറ്റു. അപ്പൊ ഞാൻ വാങ്ങാൻ പോവുകയാണ്. ഞാൻ ആദ്യം വാങ്ങാൻ പോകുമ്പോൾ ഇന്ത്യൻ റുപ്പീസ് ഞാൻ നെറ്റ് ബാങ്കിങ് വഴി ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തിട്ടായിരിക്കും ആ ഒരു പണം വാങ്ങുന്നത്. എന്നാൽ ഇവിടെ ഇതീറിയത്തിന്റെ ബ്ലോക്ക് ചെയിനിലാണ് അതെനിക്ക് വാങ്ങണം എന്നുള്ളത് കൊണ്ട് ഇതീറിയത്തിന്റെ ബ്ലോക്ക് ചെയിനിലെ കറൻസിയായ ഈതർ ETH ആണ് ഞാൻ പൈസയായിട്ട് ആദ്യം കൊടുക്കുക. എക്സാമ്പിൾ എടുക്കുക, ഞാനൊരു 1 ETH ആണ് കൊടുത്തത്. 1 ETH ഇപ്പൊ നിയർലി 3 ലക്ഷം രൂപയുണ്ട് അല്ലെ. അപ്പോൾ 1 ETH ഞാൻ ആദ്യം കൊടുത്തു. ആ ഒരു ഇമേജ് എനിക്ക് കിട്ടി. ഇമേജ് എനിക്ക് കിട്ടുന്നുണ്ടോ? അല്ല, ഇമേജിന്റെ ഓണർഷിപ്പ്, ആ ഒരു ഡിജിറ്റൽ അസറ്റ് ടോക്കണിന്റെ ഓണർഷിപ്പ് എന്റെ പേരിലേക്ക് മാറ്റി. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതൊരു ടോക്കൺ ആയതുകൊണ്ട്, ഒരു ബ്ലോക്ക് ചെയിനിൽ ജീവിക്കുന്ന ഡിജിറ്റൽ അസറ്റ് ടോക്കൺ ആയതുകൊണ്ട് അതിൽ എല്ലാ ഡേറ്റയും സ്റ്റോർഡ് ആയിരിക്കും. ആദ്യം എന്ന് അതിനെ ക്രിയേറ്റ് ചെയ്തു, ആദ്യമാണ് അതിന്റെ ഒറിജിനൽ ഓണർ, അത് എന്നാണ് എനിക്ക് വിറ്റത്, എന്റെ അഡ്രസ് എന്താണ്, എത്ര രൂപക്കാണ് അല്ലെങ്കിൽ എത്ര ഈത്തറിനാണ് അത് വിറ്റത്, എല്ലാ ഡേറ്റയും അതിലുണ്ടാകും. റൈറ്റ്? അപ്പൊ എല്ലാം അതിൽ ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് കംപ്ലീറ്റ്ലി അതിൽ സ്റ്റോർഡ് ആണ്. നേരത്തെ കഥ പോലെ തന്നെ കണ്ടിന്യൂ ചെയ്യാം. ആദ്യം എനിക്ക് ആ സെയിൽ നടത്തിയതിനു ശേഷം ആദ്യം പുറത്തേക്ക് ഇറങ്ങി ആദ്യം നോക്കുമ്പോൾ പല വെബ്സൈറ്റുകളിൽ സെയിം ഇമേജ് കിടക്കുന്നുണ്ട്. അപ്പൊ ആദ്യക്ക് ഇപ്പൊ വലിയ ടെൻഷൻ ഇല്ല. കാരണം എന്താ, ആദ്യക്ക് ലോകത്തിൽ എവിടെ മുന്നിലും പ്രൂവ് ചെയ്യാൻ പറ്റും അതിന്റെ ട്രൂ ഓണർഷിപ്പ് ആദിയുടെ കയ്യിലാണെന്ന്. എന്തുകൊണ്ടാണ്? അത് ഒരു ടോക്കൺ ആയതുകൊണ്ട് അതിലെല്ലാം സ്റ്റോർഡ് ആണ്. ശരിയല്ലേ? അപ്പൊ ഇനി ആരെത്ര ഫേക്ക് ഉപയോഗിച്ചാലും അത് അവന്മാർ കളിക്കട്ടെ എന്ന് ആദ്യക്ക് വിചാരിക്കാം. റൈറ്റ്? കാരണം ആദ്യം ട്രൂ ഓണർഷിപ്പ് ആദ്യക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും, ബിക്കോസ് ഇതിനൊരു ടോക്കൺ ആക്കി മാറ്റിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇനി നേരത്തെ പറഞ്ഞ മറ്റൊരു കാര്യം കൂടി ഉണ്ട് അല്ലെ. നാളെ ഞാൻ പോയിട്ട് ഇതിനെ ഒരു 100 തീരത്തിന് വലിയ വിലക്ക് മറ്റൊരാൾക്ക് വിറ്റു എന്ന് വിചാരിക്കുക, അവിടെ പോലും ആദ്യക്ക് ബെനിഫിറ്റ് ഉണ്ട്. കാര്യം എന്താ, ഇതൊരു ടോക്കൺ ആക്കിയിട്ട് ബ്ലോക്ക് ചെയിനിൽ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് അതിൽ പല കാര്യങ്ങളും പ്രോഗ്രാം ചെയ്ത് കയറ്റാൻ ആദ്യക്ക് പറ്റും. അപ്പൊ ആദ്യം തന്നെ ഇതിൽ പ്രോഗ്രാം ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിന്റെ സെയിൽ ഇനി ജീവിതകാലത്തേക്ക് എവിടെ നടന്നാലും അതിന്റെ 10%, ആ സെയിലിന്റെ 10% എമൗണ്ട് ആദ്യയുടെ അക്കൗണ്ടിലേക്ക് വരണമെന്ന് ആദ്യക്ക് പ്രോഗ്രാം ചെയ്ത് വെക്കാം. അപ്പൊ ഞാൻ പോയി മറ്റൊരാൾക്ക് ഇനി ഒരു സെയിൽ നടത്തിയാലും അതിന്റെ ട്രാൻസാക്ഷൻ റെക്കോർഡ്സും ഡീറ്റെയിൽസും വിലയും എല്ലാം ബ്ലോക്ക് ചെയിനിൽ സ്റ്റോർ ആവുമല്ലോ. അപ്പൊ തന്നെ 10% ആദ്യയുടെ അക്കൗണ്ടിലേക്ക് പോകും. ഇനി അതിനുശേഷം മറ്റൊരാൾ കൂടിയ വിലക്കോ കുറഞ്ഞ വിലക്കോ മറ്റൊരാൾക്ക് അത് വിറ്റാൽ അപ്പോഴും 10% ആദ്യക്ക് പോകും. നേരത്തെ പറഞ്ഞ പ്രശ്നങ്ങൾ എന്തായിരുന്നു? ഒന്ന്, ട്രൂ ഓണർഷിപ്പ് പ്രൂവ് ചെയ്യണം എന്നുള്ളത്. 2, ആ ഒരു റോയൽറ്റീസ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. രണ്ടും സോൾവ് ആയി എന്ന് നിങ്ങൾക്ക് ചെറുതായിട്ടെങ്കിലും തോന്നുന്നുണ്ടോ? തോന്നുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ തോന്നുന്നുണ്ട് എങ്കിൽ അത് എങ്ങനെയാണ്, എന്താണ് സോൾവ് ചെയ്തത്? ബ്ലോക്ക് ചെയിൻ ടെക്നോളജി അല്ലേ സോൾവ് ചെയ്തത്. അപ്പൊ ഇത്രയും നേരം പറഞ്ഞത് ഒന്ന് ലഘൂകരിച്ച് പറയാനാണെങ്കിൽ, ഓണർഷിപ്പ് പ്രൂവ് ചെയ്യപ്പെടേണ്ട, ട്രാൻസ്ഫർ നടക്കപ്പെടേണ്ട, അതായത് ട്രേഡ് ചെയ്യപ്പെടേണ്ട അസറ്റ്സ് ഉണ്ട് എങ്കിൽ അവയെ ടോക്കണൈസ് ചെയ്തിട്ട് ഒരു ബ്ലോക്ക് ചെയിനിലേക്ക് കയറ്റുന്നത് എന്തുകൊണ്ടും വളരെയധികം ബെനിഫിഷ്യൽ ആണ്. ബ്ലോക്ക് ചെയിന്റെ എല്ലാവിധ ബെനിഫിറ്റ്സും കിട്ടുന്നതാണ്. ഒരു സിമ്പിൾ ആയിട്ടുള്ള എക്സാമ്പിൾ കൂടി പറയാൻ എന്നെ അനുവദിക്കണം. അതുകൂടി കേട്ടാൽ എല്ലാവർക്കും വ്യക്തമായിട്ട് കാര്യം മനസ്സിലാകും. ഈ പറയേണ്ട എക്സാമ്പിൾ എന്ന് പറയുന്നത് റിയൽ എസ്റ്റേറ്റിന്റെ എക്സാമ്പിൾ ആണ്. അതായത് നമ്മൾ സ്ഥലം വാങ്ങലും വിൽക്കലും ഒക്കെ നടത്തുമല്ലോ. അപ്പൊ റിയൽ എസ്റ്റേറ്റിന്റെ ലാൻഡ് വാങ്ങുന്നതിന്റെയും വിൽക്കുന്നതിന്റെയും എക്സാമ്പിൾ ആണ്. അതായത് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളതാണ്, പല ഉൾനാടൻ പ്രദേശങ്ങളിലൊക്കെ ചെറിയ സ്ഥലങ്ങളുടെ പേരിൽ പല ഡിസ്പ്യൂട്ട്സ് ഉണ്ടാകലുണ്ട്. കാരണം എന്താ, അതിന്റെ റെക്കോർഡ്സ്, ആ ലാൻഡിന്റെ റെക്കോർഡ്സ് സൂക്ഷിക്കുന്നത് അവരുടെ വില്ലേജ് ഓഫീസിലോ എവിടെയെങ്കിലും ആയിരിക്കും. അപ്പോൾ പലപ്പോഴും അറിയുന്നുണ്ടാവില്ല ആ ലാൻഡിന്റെ ഒറിജിനൽ ഓണർ ആരാണെന്ന്. പലപ്പോഴും പ്രൂവ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല ഒരാൾക്ക് ഇതെന്റെ ഗ്രാൻഡ് ഫാദറിന്റെ കയ്യിൽ ഉണ്ടായിരുന്നു, എന്റെ കയ്യിലേക്ക് വന്നതാണെന്നുള്ള ഓണർഷിപ്പ് പ്രൂവ് ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ, വില്ലേജ് ഓഫീസിൽ പോകുമ്പോൾ അവിടെ പേപ്പർ ഉണ്ടാകില്ല. 100 വർഷത്തെ പേപ്പർ കൊണ്ടുവരാൻ പറയും. 100 വർഷത്തെ പേപ്പറിന്റെ മുന്നിൽ പോകുമ്പോൾ ഓണറിന്റെ പേരിൽ ഒരു ലെറ്ററിന് പകരം മറ്റൊരു ലെറ്റർ ആണെങ്കിൽ തന്നെ തീർന്നു, ഫുൾ പ്രശ്നമായല്ലേ. അപ്പോ ഇവിടെ പ്രശ്നം എന്ന് പറയുന്നത് ഈ റിയൽ എസ്റ്റേറ്റിൽ അല്ലെങ്കിൽ ഒരു ലാൻഡിന്റെ ഓണർഷിപ്പ് ചില സ്ഥലങ്ങളിൽ പ്രൂവ് ചെയ്യാൻ പറ്റാതെ പോകുന്നത് ആ ലാൻഡിന്റെ ഡീറ്റെയിൽസും ഡേറ്റയും സ്റ്റോർ ആകുന്നത് ഒരു സെൻട്രലൈസ്ഡ് അതോറിറ്റിയുടെ അടുത്താണ്. ആരാണ് സെൻട്രലൈസ്ഡ് അതോറിറ്റി? അവിടുത്തെ വില്ലേജ് ഓഫീസോ അല്ലെങ്കിൽ നമ്മുടെ ഗവൺമെന്റോ എന്ന് പറയാം. അപ്പൊ ഈ ഗവൺമെന്റ് ഇത്രയും 100 കണക്കിന് വർഷത്തെ ഏതോ ഒരു ഉൾനാടൻ പ്രദേശത്തിന്റെ ആ ലാൻഡിന്റെ പേപ്പറുകൾ സൂക്ഷിച്ചു വെച്ചതിൽ എന്തെങ്കിലും പ്രശ്നം സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ തന്നെ അതിന്റെ ഓണർഷിപ്പിൽ ഒരു ഡിസ്പ്യൂട്ട് വന്നു. കഥ മനസ്സിലായല്ലോ? ഇനി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഇതേ ലാൻഡിനെ തന്നെ തുടക്ക കാലഘട്ടത്തിലെ ടോക്കണൈസ് ചെയ്തിട്ട് ഈ ഒരു ലാൻഡിന്റെ ഓണർഷിപ്പ് ഒരു ടോക്കണിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരുന്നെങ്കിലോ
ഏറ്റവും ആദ്യ കാലഘട്ടത്തിൽ തന്നെ. അപ്പൊ ഏറ്റവും ആദ്യം തന്നെ ഉണ്ടാകും ആ ഒരു ടോക്കൺ, ബ്ലോക്ക് ചെയിനിലായിരിക്കും ടോക്കൺ ഉള്ളത് അല്ലേ. അതുകൊണ്ട് തന്നെ എന്താ, ഡേറ്റ ഡീസെൻട്രലൈസ്ഡ് ആണ്, പബ്ലിക് ഡിസ്ട്രിബ്യൂട്ടഡ് ലെഡ്ജറിലാണ്, ആർക്കും ഡേറ്റ മാറ്റാൻ പറ്റില്ല. എന്താണോ കറക്റ്റ് ആയിട്ട് എൻ്റർ ചെയ്ത് അത് മാത്രമേ ഉണ്ടാകുള്ളൂ. അപ്പൊ ആദ്യം തന്നെ ക്രിയേറ്റ് ആകുമ്പോൾ തന്നെ ഉണ്ടാകും ആ ഒരു സെന്റ്, എത്ര സെന്റ് സ്ഥലമാണോ ആ സെന്റ് സ്ഥലം ആരുടെയാണ് എന്ന് ആ ടോക്കൺ ഉണ്ടാകും. പിന്നെ ഈ 100 വർഷത്തിന്റെ ഓണർഷിപ്പിൽ എത്ര തവണ കൈമാറിയിട്ടുണ്ടെങ്കിലും അതെല്ലാം വളരെ വിശദമായിട്ട് ബ്ലോക്ക് ചെയിനിൽ, ആ ടോക്കണിലും ബ്ലോക്ക് ചെയിനിലും അതുപോലെ തന്നെ വിശദമായിട്ട് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാകും. ഏത് വർഷം ആരുടെ കയ്യിൽ നിന്ന് ആരുടെ കയ്യിലേക്ക് കൈമാറി, എത്ര രൂപക്ക് കൈമാറി, അങ്ങനെ വളരെ വിശദമായിട്ട് ഡീസെൻട്രലൈസ് ആയിട്ടുള്ള രീതിയിൽ, ഒരിക്കലും നഷ്ടപ്പെടാത്ത രീതിയിൽ ആ ഒരു ലാൻഡിന്റെ ഡീറ്റെയിൽസ് ഉണ്ടാകും. അതുകൊണ്ട് എന്തായി, ഒരിക്കലും ലാൻഡ് ഡിസ്പ്യൂട്ട്സ് ഉണ്ടാകില്ല, തർക്കം ഉണ്ടാകില്ല, ഓണർഷിപ്പ് പ്രൂവ് ചെയ്യേണ്ട ഒരു പ്രശ്നവും ഉണ്ടാകില്ല. ക്ലിയർ അല്ലേ? ഇപ്പൊ എന്ത് മനസ്സിലായി? ഒരു ഓണർഷിപ്പ് പ്രൂവ് ചെയ്യപ്പെടേണ്ട ട്രാൻസാക്ഷൻസ് അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യപ്പെടേണ്ട, ട്രേഡ് ചെയ്യപ്പെടേണ്ട ഒരു അസറ്റ് ഉണ്ടെങ്കിൽ അതൊരു ഫിസിക്കൽ അസറ്റ് ആകാം അല്ലെങ്കിൽ ഒരു ഡിജിറ്റൽ അസറ്റ് ആകാം അല്ലെ. എന്തൊരു അസറ്റ് ആണെങ്കിലും അതിനെ ടോക്കണൈസ് ചെയ്തിട്ട് അതിനെ ബ്ലോക്ക് ചെയിനിൽ കയറ്റിയാൽ ഇങ്ങനെ പല വിധത്തിലുള്ള ഉപയോഗങ്ങൾ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലായില്ലേ. അപ്പൊ ഇത്രയും കേട്ടതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലായിട്ടുണ്ട് എന്ന് ചെറിയൊരു ഐഡിയ എനിക്കുണ്ട്. അപ്പൊ ഇവിടെ എനിക്കൊരു കാര്യം നിങ്ങളുടെ അടുത്ത് ചോദിക്കാനുള്ളത്, ഇങ്ങനൊരു അസറ്റിനെ പിടിച്ച് ഒരു ടോക്കൺ ആക്കുകയാണെങ്കിൽ ഓരോ ടോക്കണും യുണീക്ക് അല്ലേ? എൻ്റെ കയ്യിൽ ഒരു 5 സെന്റ് സ്ഥലമുണ്ട് എങ്കിൽ ആ 5 സെന്റ് സ്ഥലത്തിനെ ഞാനൊരു ടോക്കൺ ആക്കിയാൽ അതൊരു യുണീക്ക് ടോക്കൺ അല്ലേ? കാരണം ആ ഒരു ടോക്കണെ റീപ്ലേസ് ചെയ്യാൻ മറ്റൊരു ടോക്കൺ പറ്റില്ലല്ലോ. കാരണം മറ്റു ടോക്കണുകൾ എന്ന് പറഞ്ഞാൽ വേറൊരു 3 സെന്റിന്റെ ടോക്കൺ ഉണ്ടാകും, മറ്റ് ആദ്യം വരച്ച പടത്തിന്റെ ഒരു ടോക്കൺ ഉണ്ടാകും, അതൊരു ടോക്കൺ ആണ്. ഇതൊക്കെ ഒരു അസറ്റ് ടോക്കൺസ് ആണല്ലോ. എന്റെ കയ്യിലുള്ള 5 സെന്റ് ടോക്കണെ റീപ്ലേസ് ചെയ്യാൻ വേറെ ഒരു ടോക്കണും ലോകത്തെ അവൈലബിൾ ആയിരിക്കില്ലല്ലോ. അതുകൊണ്ട് ഈ ടോക്കണെ നമുക്ക് എന്ത് വിളിക്കാം? നോൺ റീപ്ലേസബിൾ ടോക്കൺ എന്ന് വിളിക്കാലോ. ശരിയാണല്ലോ? ഈ ടോക്കൺ യുണീക്ക് ആയതുകൊണ്ട് ഈ ടോക്കണെ റീപ്ലേസ് ചെയ്യാൻ വേറെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇതിനെ നോൺ റീപ്ലേസബിൾ ടോക്കൺ എന്ന് വിളിക്കാം. അപ്പൊ ഈ റീപ്ലേസബിൾ എന്ന വാക്കിന് മറ്റൊരു വാക്കുണ്ട്, വേണം ഗൂഗിൾ ചെയ്ത് നോക്കിയോ. എന്താണ്? ഫഞ്ചിബിൾ. റീപ്ലേസബിൾ എന്ന വാക്കിന്റെ മറ്റൊരു വേർഡാണ് ഫഞ്ചിബിൾ. അപ്പൊ ഈ ഒരു ടോക്കണെ നോൺ റീപ്ലേസബിൾ ടോക്കൺ എന്ന് വിളിക്കാമെങ്കിൽ ഈ ടോക്കണെ നമുക്കൊരു നോൺ ഫഞ്ചിബിൾ ടോക്കൺ എന്നും വിളിക്കാം. കാര്യങ്ങൾ മനസ്സിലായി വരുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പൊ നോൺ ഫഞ്ചിബിൾ ടോക്കൺ എന്താണെന്ന് ചോദിച്ചാൽ എന്ത് മനസ്സിലാകും? ഒരു അസറ്റിനെ നമുക്ക് ബ്ലോക്ക് ചെയിനിലേക്ക് കയറ്റിയിട്ട് ഒരു ടോക്കൺ ആക്കുമ്പോൾ അതാണ് ഒരു നോൺ ഫഞ്ചിബിൾ ടോക്കൺ, നോൺ റീപ്ലേസബിൾ ടോക്കൺ. ഇവിടെ വേറൊരു എക്സാമ്പിൾ തരാനാണെങ്കിൽ, ടോക്കൺ എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ. ബ്ലോക്ക് ചെയിനിൽ ലിവ് ചെയ്യുന്ന അല്ലെങ്കിൽ ബ്ലോക്ക് ചെയിനിൽ ജീവിക്കുന്ന ഒരു ക്രിപ്റ്റോ ആണ് ടോക്കൺ എന്ന് പറയുന്നത്. വിശദമായിട്ട് ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ട് ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട്. അപ്പൊ USDT അതും വിശദമായിട്ട് വീഡിയോ ചെയ്യുന്നതാണ്, ഒന്നുകൂടി ലിങ്ക് ഇവിടെ കൊടുക്കുന്നുണ്ട്. USDT നമുക്കറിയാം അതൊരു ടോക്കൺ ആണ്, എതീറിയത്തിന്റെ ബ്ലോക്ക് ചെയിനിൽ ജീവിക്കുന്ന ഒരു സ്റ്റേബിൾ ടോക്കൺ ആണ് USDT എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ USDTയുടെ കേസ് നോക്കുകയാണെങ്കിൽ എന്റെ അടുത്ത് 5 USDT ഉണ്ടെന്ന് വിചാരിക്കുക, നിങ്ങളുടെ അടുത്തും 5 USDT ഉണ്ട്. നിങ്ങളുടെ കയ്യിലുള്ള 5 USDT എനിക്ക് തന്നാൽ എന്റെ കയ്യിലുള്ള 5 USDT വേണമെങ്കിൽ എനിക്ക് തിരിച്ചു തരാലോ. എനിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നവുമില്ല. അപ്പോ USDT എന്ന് പറയുന്നത് ഒരു റീപ്ലേസബിൾ ടോക്കൺ ആണ്, കറക്റ്റ്. എന്നാൽ എന്റെ കയ്യിലുള്ള എന്റെ 5 സെന്റിന്റെ സ്ഥലത്തിന്റെ വസ്തുവിന്റെ ടോക്കൺ എന്ന് പറയുന്നത് അത് നിങ്ങൾ വേറെ എന്ത് തന്നാലും അതിന് ഞാൻ അങ്ങനെയൊന്നും റീപ്ലേസ് ചെയ്യാൻ സമ്മതിക്കില്ല. അതുകൊണ്ട് അതൊരു നോൺ റീപ്ലേസബിൾ ടോക്കൺ ആണ്, അല്ലെങ്കിൽ ഒരു നോൺ ഫഞ്ചിബിൾ ടോക്കൺ ആണ്. അപ്പൊ നമ്മൾ എപ്പോഴും ചെയ്യുന്നത് പോലെ കഥകൾ പറഞ്ഞുകൊണ്ട്, എക്സാമ്പിൾസ് കേട്ടുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു ലോകത്തിന്റെ കോൺസെപ്റ്റ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇതുവരെ ഒരു ഡെഫിനിഷൻ പറഞ്ഞിട്ടില്ല, ഡെഫിനിഷൻ ഞാൻ ഇനി പറയാൻ ഉദ്ദേശിക്കുന്നുമില്ല. നിങ്ങൾക്ക് കഥ കേട്ടിട്ട് ഇവിടെ എന്ത് നടക്കുന്നു എന്ന് മനസ്സിലായില്ല, അത് മാത്രം ഫോക്കസ് ചെയ്താൽ മതി. എന്താണ് NFT എന്നുള്ള നിങ്ങൾക്ക് എക്സാമിന് ഉത്തരം എഴുതേണ്ട ആവശ്യമില്ലല്ലോ. ലോജിക്കും കോൺസെപ്റ്റും മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അതിശക്തം നമുക്ക് മുന്നിലേക്ക് നീങ്ങാം. അപ്പൊ NFTs എന്താണെന്ന് മനസ്സിലായ സ്ഥിതിക്ക് നമുക്ക് ഇനി കുറച്ച് ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ കേൾക്കാം. വളരെ ചുരുക്കി പറയുന്നുള്ളൂ, പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടി, ഇത് എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നതാണ്. അപ്പൊ നമ്മൾ ആദ്യയുടെ കേസ് എടുത്തപ്പോൾ നമ്മൾ കേട്ടതാണ്, ഒരു അസറ്റിനെ എടുത്തിട്ട് ഒരു ബ്ലോക്ക് ചെയിനിലേക്ക് ഒരു ടോക്കൺ ആയിട്ട് കയറ്റുന്നു എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് ഉറപ്പുണ്ട് നിങ്ങളുടെ മനസ്സിൽ ഡൗട്ട് ഉണ്ടാകും, നിങ്ങളുടെ കയ്യിൽ ഒരു ഇമേജ് ഉണ്ടെങ്കിൽ അതിനെ എങ്ങനെ NFT ആക്കാമെന്ന്. തീർച്ചയായിട്ടും ഈ ഒരു സീരീസിന്റെ മുന്നിലേക്ക് നമ്മൾ അത് പഠിക്കുന്നുണ്ട്. നമ്മുടെ കയ്യിലുള്ള ഒരു ഇമേജിനെ എങ്ങനെ NFT ആക്കാമെന്ന് ഞാൻ കാണിച്ചു തന്ന് പഠിപ്പിക്കാനും പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പൊ ഒരു കാര്യം നമ്മൾ ഇന്ന് മനസ്സിലാക്കേണ്ടത്, ഞാനിവിടെ കുറെ ഫിസിക്കൽ അസറ്റ്സിനെ NFT ആക്കുന്ന ഗെയിം പറഞ്ഞു അല്ലെ. എന്റെ 5 സെന്റ് സ്ഥലത്തിനെ NFT ആക്കാമെന്ന് പറഞ്ഞു. അതൊന്നും ഇന്ന് അത്ര പോപ്പുലർ ആയിട്ടുള്ള കാര്യമില്ല, അതിന്റെ ടെക്നോളജിയൊക്കെ ആയി വരുന്നു മാത്രമേ ഉള്ളൂ. ഇന്ന് പോപ്പുലർ ആയിട്ട് നിലനിൽക്കുന്നത്, ശ്രദ്ധിച്ച് കേൾക്കുക, ഇന്ന് പോപ്പുലർ ആയിട്ട് നിലനിൽക്കുന്നത് ഡിജിറ്റൽ അസറ്റ്സിനെ NFT ആക്കലാണ്. എന്താണ് ഡിജിറ്റൽ അസറ്റ്സ്? നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ നിങ്ങൾ വരച്ചൊരു പടമായിരിക്കാം, നിങ്ങൾ എടുത്ത ഒരു ഫോട്ടോഗ്രാഫ് ആയിരിക്കാം, നിങ്ങളുടെ ഒരു വീഡിയോ ക്ലിപ്പ് ആയിരിക്കാം അല്ലെ, നിങ്ങൾ ഷൂട്ട് ചെയ്ത ഒരു വീഡിയോ ക്ലിപ്പ് ആയിരിക്കാം, ഇല്ലെങ്കിൽ ഒരു ഓഡിയോ ക്ലിപ്പ് ആയിരിക്കാം, ഒരു പാട്ടായിരിക്കാം. ഇതെല്ലാം ഡിജിറ്റൽ അസറ്റ്സ് ആണ്. ഇതിനെ NFT ആക്കുന്നതാണ് ഇപ്പോൾ ഏറ്റവും പോപ്പുലർ ആയിട്ട് നടക്കുന്നത്. എഗെയിൻ എക്സാമ്പിൾ എടുത്ത് പറയുകയാണെങ്കിൽ, ആദ്യത്തെ അടുത്ത് ഒരു ഇമേജ് ഉണ്ട്, ഇമേജ് ആണ് NFT ആക്കേണ്ടത്. അപ്പോൾ NFT ആക്കണമെന്ന് പറയുമ്പോൾ അതിനൊരു ടോക്കൺ ആയിട്ട് ഒരു ബ്ലോക്ക് ചെയിനിലേക്ക് കയറ്റണം. അപ്പോൾ ഏത് ബ്ലോക്ക് ചെയിനിലേക്ക് കയറ്റണം? ഇതും നോളജിന് വേണ്ടി മാത്രം പറയുന്നതാണ്. ഏറ്റവും പോപ്പുലർ ആയിട്ട് ഇന്ന് NFTs റൺ
റൺ ചെയ്യുന്ന ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്നത് ഇതീറിയമാണ്. അപ്പോൾ ആദ്യക്ക് വേണമെങ്കിൽ ആദിയുടെ ഇമേജിനെ ഒരു ടോക്കൺ ആക്കിയിട്ട് ഇതീറിയത്തിന്റെ ബ്ലോക്ക് ചെയിനിലേക്ക് NFT ആയിട്ട് കയറാം. അപ്പോൾ ഇതീറിയത്തിന്റെ തന്നെ ERC-721 ടോക്കൺ സ്റ്റാൻഡേർഡ് എന്നുള്ള ഒരു ടോക്കൺ സ്റ്റാൻഡേർഡ് ഉപയോഗിച്ചിട്ടാണ് അതൊരു ടോക്കണായി മാറുന്നത്. അഗെയിൻ ടെക്നിക്കാലിറ്റീസ് ആണ്, കേട്ടിട്ട് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതൊന്നും അറിഞ്ഞില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. നമ്മുടെ ലക്ഷ്യം എന്താ? NFT ലോകത്ത് പൈസ ഉണ്ടാക്കാന്നൊക്കെ പറയുന്നുണ്ട് അല്ലേ? അപ്പൊ അതിൽ നമുക്ക് ഫോക്കസ് ചെയ്യാം. എന്തായാലും ഇതീറിയത്തിന്റെ ബ്ലോക്ക് ചെയിനിലേക്ക് വേണമെങ്കിൽ പുള്ളിക്ക് അപ്ലോഡ് ചെയ്യാം. ഇനി അതല്ല എങ്കിൽ മറ്റ് ബ്ലോക്ക് ചെയിനുകളിലും NFTs ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ ആദ്യം വേണമെങ്കിൽ ഇതിന് ഇമേജിന് ഒരു NFT ആക്കിയിട്ട് പോളിഗന്റെ ബ്ലോക്ക് ചെയിനിലേക്ക് NFT ആയി ക്രിയേറ്റ് ചെയ്യാം. ഇനി അതല്ലെങ്കിൽ ബൈനാൻസിന്റെ ബ്ലോക്ക് ചെയിനിലേക്ക് NFT ആയിട്ട് ആഡ് ചെയ്യാം. അപ്പൊ മനസ്സിലാക്കേണ്ട പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ഏതൊരു ഡിജിറ്റൽ അസറ്റിനെയും പല ബ്ലോക്ക് ചെയിൻസ് അവൈലബിൾ ആണ് നമുക്ക് NFT ആയിട്ട് അപ്ലോഡ് ചെയ്യാനായിട്ട്. ഏറ്റവും പോപ്പുലർ ആയിട്ട് നിൽക്കുന്നത് എതീറിയത്തിന്റെ ബ്ലോക്ക് ചെയിൻ ആണ്. അപ്പോൾ ഇനിയാണ് നമ്മൾ ഈ വീഡിയോന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സെഗ്മെന്റിലേക്ക് കടക്കാൻ പോകുന്നത്. അതായത് NFT എന്താണെന്ന് മനസ്സിലാക്കുന്നുണ്ടെങ്കിലും നമ്മളിപ്പോൾ ചുറ്റും നോക്കുകയാണെങ്കിൽ എല്ലാവരും അല്ലെങ്കിൽ കുറേ അധികം ആൾക്കാർ NFTസിനെ പറ്റി സംസാരിക്കുന്നുണ്ട്. NFT വലിയൊരു ഹൈപ്പിന്റെ പുറത്താണ് നിൽക്കുന്നത്, വലിയ രീതിയിൽ ബസ്സിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ്. അപ്പോൾ ശരിക്കും ചോദിക്കേണ്ട ചോദ്യം, അല്ലെ എന്താണ് ഇത്രയധികം ബസ് ഇവിടെ ഉള്ളത്? എന്തുകൊണ്ടാണ് ഇത്രയധികം ഹൈപ്പ് ഇവിടെ ഉള്ളത്? വൈ ഷുഡ് യു ബി ഇൻട്രസ്റ്റഡ് ഇൻ ദ വേൾഡ് ഓഫ് NFTs? അതറിയേണ്ടതില്ലേ? കാരണം ഞാൻ കാണുന്നത് ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, എന്തൊക്കെയാണെങ്കിലും ഒരു പടം തന്നെയല്ലേ, ഒരു JPEG ഇമേജ് എന്തിനാണ് ഇത്ര വലിയ വിലക്ക് വെക്കുന്നത്? ഇതിൽ എന്താണുള്ളത്? ഇതിൽ നമുക്ക് എന്താ ഇപ്പൊ ഇൻട്രസ്റ്റ് ഉള്ളത്? എനിക്ക് വലിയ വിലക്കൊന്നും വാങ്ങാൻ താല്പര്യമില്ല. എനിക്കിതിൽ എന്ത് ഗെയിമാണ് കളിക്കാനുള്ളത്? ഇല്ലേ? നിങ്ങളുടെ മനസ്സിലുള്ള ചോദ്യമായിരിക്കില്ലേ? നമുക്ക് സ്ക്രീനിൽ കണ്ടു നോക്കാം. അത് ഇതെന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും 15 മോസ്റ്റ് എക്സ്പെൻസീവ് NFTs ആണ് കാണുന്നത്. അതായത് 2021 വിറ്റത്. ഇവിടെയാണ് ഞാൻ ആദ്യം പറഞ്ഞ എക്സാമ്പിൾ ഉള്ളത്. ഇതെന്ന് പറയുന്നത് നിയർലി 650 കോടി രൂപക്ക് വിറ്റുപോയ ഒരു JPEG ഇമേജ് ആണ്. താഴേക്ക് വന്നാൽ ഇത് നിയർലി 500 രൂപക്ക് വിറ്റുപോയ ഒരു ഇമേജ് ആണ്. എന്താ അതിലുള്ളത്? ഇതാ ഓപ്പൺ ഇമേജ് ഇൻ ന്യൂ ടാബ് എന്ന് കൊടുക്കുക. അതിനുശേഷം ഇതിനെ വേണമെങ്കിൽ എനിക്ക് സേവ് ചെയ്യാൻ പറ്റും. സേവ് ഇമേജ് ആസ് എന്ന് കൊടുക്കുക. എൻ്റെ കമ്പ്യൂട്ടറിൽ ഇത് സേവ് ആയി അതിനെ കട്ട് ചെയ്താൽ എനിക്ക് ഇതിനെ എവിടെ വേണമെങ്കിലും ഉപയോഗിക്കാൻ പറ്റും അല്ലേ? ഈ ചോദ്യം പലരും ചോദിക്കുകയാണ്. ഈ ഒരു പടം വേണമെങ്കിൽ എനിക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് വേണമെങ്കിൽ പ്രിന്റ് ചെയ്തിട്ട് എൻ്റെ മതിലിൽ കയറ്റാം, ഇത് എൻ്റെതായില്ല, ഇതിൽ എന്ത് ഗെയിമാണുള്ളതെന്ന് ചോദിക്കുന്നു. അപ്പോൾ ഇവിടെയാണ് ഒരു വലിയ ചോദ്യം എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്, അല്ലെങ്കിൽ ഒരു കാര്യം പറഞ്ഞ് മനസ്സിലാക്കി തരാനുള്ളത്. ശരിക്കും എല്ലാ NFT എന്ന് പറയുന്നത് ഒരു JPEG ഇമേജ് മാത്രമാണോ, അല്ലെങ്കിൽ ഒരു ഡിജിറ്റൽ അസറ്റ് മാത്രമാണോ? അല്ല എന്നുള്ളതാണ് ഉത്തരം. അതായത് ഒരു പടം കാണുമ്പോൾ അല്ലെങ്കിൽ ഒരു NFT നമ്മൾ കാണുമ്പോൾ അതൊരു ഇമേജ് ആകാം അല്ലെ? നമ്മൾ പറഞ്ഞതുപോലെ ഒരു ഡിജിറ്റൽ ഇമേജ് ആകാം, അല്ലെങ്കിൽ ഒരു വോയിസ് ക്ലിപ്പ് ആകാം. എന്നാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ എല്ലാ ഇമേജും ആ ഒരു ഡിജിറ്റൽ അസറ്റ് മാത്രമല്ല, ആ ഒരു ഡിജിറ്റൽ അസറ്റിനോട് അസോസിയേറ്റഡ് ആയിട്ട് പല യൂസ് കേസസ് കൂടിയുണ്ട്. പലരും ഇന്ന് NFT വാങ്ങുന്നത് ആ യൂസ് കേസസിന് വേണ്ടി കൂടിയായിരിക്കും. മുന്നിലേക്കുള്ള ഭാഗം ശ്രദ്ധിച്ച് കേൾക്കാൻ മനസ്സിലാകും. അപ്പോൾ രണ്ട് രീതിയിൽ നമുക്ക് ഇതിനെ കേൾക്കാം. ഒന്ന്, ലെറ്റ്സ് അസ്യൂം കുറെ അധികം NFTs വെറും കളക്ടിബിൾസ് മാത്രമാണ്, വെറുതെ ഒരു പടം മാത്രമാണ്, വെറുതെ ഒരു പാട്ടോ ഒരു ക്ലിപ്പോ മാത്രമാണ്, വെറുതെ ഒരു ഡിജിറ്റൽ അസറ്റ് മാത്രമാണ്. അതിന് യാതൊരു അസറ്റ് കേസുമില്ല. അതിൽ നമുക്ക് എന്താ ഗുണമെന്ന് ആദ്യം അറിയാം. രണ്ടാമത്, ഇത് കുറെ NFTs കുറെ യൂസ് കേസസുമായിട്ട് വരുന്നുണ്ട്. അവ വാങ്ങിച്ചാൽ നമുക്ക് എന്താ ഗുണമെന്നും അറിയാം. അല്ലെങ്കിൽ വൈ ഷുഡ് വി ബി ഇൻട്രസ്റ്റഡ് എന്നുള്ളത് ഈ രണ്ട് സെഗ്മെന്റിലും കേൾക്കാം. അപ്പൊ അഗൈൻ ആദ്യത്തെ സെഗ്മെന്റ് എന്ന് പറയുന്നത് വെറും പടം, വെറും JPEG, എന്തിനു വാങ്ങണം? അപ്പോൾ ഞാൻ പറയുന്നത്, ഞാനൊരു എക്സാമ്പിൾ വേണമെങ്കിൽ കാണിച്ചു തരാം. ബോർഡ് ഏപ്പ് യാർഡ് ക്ലബ് എന്ന് പറയുന്നത് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു NFT കളക്ഷൻ ആണ്. അപ്പൊ ഇതിന്റെ പിന്നിൽ എന്തെങ്കിലും കഥ ഉണ്ടാകും, കഥയൊക്കെ നമുക്ക് മറക്കാം. ലെറ്റ്സ് അസ്യൂം ഈ സ്ക്രീനിൽ കാണുന്നത് വെറുതെ ഒരു പടം മാത്രമാണെന്ന് വിചാരിച്ചോ, വെറുതെ ഒരു കുരങ്ങന്റെ പടം. ഈ കുരങ്ങന്റെ പടത്തിന് എന്താ വില? 1.5 കോടി രൂപയുണ്ട്. അപ്പൊ നിങ്ങൾ ചോദിക്കാം, ഇത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിച്ചാൽ പോരെ, 1.5 കോടി കൊടുത്തിട്ട് ഞാൻ വാങ്ങാൻ പോകുന്നില്ലല്ലോ, നമുക്ക് ഗുണമില്ലല്ലോ. ശ്രദ്ധിച്ച് കേൾക്കുക ഞാൻ പറയുന്നത്. ഇതിന് 1.5 കോടി രൂപയുണ്ട് എങ്കിൽ ഈ ലോകത്ത് കുറെ പൈസ ഒഴുകുന്നുണ്ടെന്ന് മനസ്സിലായല്ലോ. ഈ ലോകത്തിന്റെ ഇടയിൽ അപ്പം നിന്നാൽ ഈ പൈസ ഒഴുകുന്നുണ്ട് എങ്കിൽ അതിനിടയിൽ കുറച്ച് ഗെയിം കളിച്ചാൽ, ഇതിനെ ട്രേഡ് ചെയ്താൽ നമുക്കും പൈസ ഉണ്ടാക്കിക്കൂടെ? നമുക്ക് കണ്ടു നോക്കാലോ. അപ്പൊ ഞാൻ പറഞ്ഞു, ഒരു NFT ആവുമ്പോൾ അതിന്റെ ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് എല്ലാം റെക്കോർഡഡ് ആയിരിക്കും അല്ലേ? നമുക്കൊന്ന് താഴോട്ട് വന്ന് നോക്കാം. ഈ ഒരു കുരങ്ങന്റെ പടത്തിന്റെ ഈ NFTയുടെ ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് എന്താണെന്ന്. അപ്പോൾ ഇവിടെയാണ് കാണുന്നത്. 4 months എഗോ ഒരു ട്രാൻസാക്ഷൻ നടന്നിട്ടുണ്ട്, 6 months എഗോ ട്രാൻസാക്ഷൻ നടന്നിട്ടുണ്ട്, 7 months എഗോ ഒരു ട്രാൻസാക്ഷൻ നടന്നിട്ടുണ്ട്. സ്റ്റിർലിറ്റ്സ് എന്നൊരാളുടെ അക്കൗണ്ടിൽ നിന്ന് 11C987 എന്നൊരു അക്കൗണ്ടിലേക്ക് ഇതിന്റെ സെയിൽ നടന്നു. കണ്ടോ, ഇതിന്റെ സെയിൽ നടന്നു. എത്ര ഇതീറിയത്തിനാണ് നടന്നത്? 1.5 ഇതീറിയത്തിനാണ് നടന്നത്. നിയർലി ഒരു 3 ലക്ഷം രൂപ എന്ന് പിടിച്ചോ. അതിനുശേഷം നമ്മുടെ 11C987 അത് ടു ദ മൂൺ എന്നൊരാൾക്ക് ആ ഒരു മാസം തന്നെ വിറ്റു. എത്രക്ക് വിറ്റു? 1.65 ഈതറിന് വിറ്റു. അപ്പൊ അയാൾക്കൊരു 0.15 ഈതർ കിട്ടില്ല. 0.15 ഈതർ എന്ന് പറഞ്ഞാൽ എത്ര രൂപയായി? നിയർലി 19,000 രൂപയായി. അയാൾക്ക് എത്ര രൂപ ലാഭം കിട്ടിയില്ലേ? മനസ്സിലാക്കുന്നുണ്ടോ? അപ്പൊ സാധനം ശരി വെറുതെ ഒരു പടമായിരിക്കാം, പക്ഷെ ഇതിന് ഡിമാൻഡ് ഉണ്ട്, ഇതിന് അറൗണ്ട് ഒരു ഹൈപ്പ് ഉണ്ട് എന്നുള്ളത് കൊണ്ട് അത് ചെറിയ വിലക്ക് വാങ്ങിച്ചു വലിയ വിലക്ക് വിറ്റതിലൂടെ അയാൾക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റില്ലേ?
ഇത് ഈ സംഭവം ആർക്കൊക്കെ ചെയ്യാം? നമുക്കും ചെയ്യാൻ പറ്റൂലേ? ഇപ്പൊ നിങ്ങൾ ആദ്യം പേടിക്കുന്നത് എന്തായിരിക്കും? ഒരെണ്ണം വാങ്ങണമെങ്കിൽ തന്നെ 3-4 ലക്ഷം രൂപ വേണമെന്ന്. ഇതിനൊരു എക്സാമ്പിൾ കാണിച്ചു എന്ന് ഉള്ളൂ. വെറും $50 എന്ന് പറയുമ്പോൾ എത്ര രൂപയായി? 2000 രൂപ 3000 രൂപക്കൊക്കെ വാങ്ങാൻ പറ്റുന്ന NFTs അവൈലബിൾ ആണ്. അതിനും നാളെ വില കൂടുന്നത് കണ്ടാൽ വില കൂടുമ്പോൾ വിൽക്കുമ്പോൾ നമുക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റും. മനസ്സിലാക്കുന്നുണ്ടോ? മനസ്സിലാക്കേണ്ടത് ഈ സ്റ്റിർലിറ്റ്സ് 1.5 വിറ്റു. പിന്നീട് ടു ദ മൂൺ കളിച്ച കളി നോക്കിയേ. ടു ദ മൂൺ വെറും ഒരു മാസം അതിനെ ഹോൾഡ് ചെയ്തിട്ട് 1.65 കിട്ടിയത് 6.5 ഇട്ടു. അപ്പൊ എത്രയായി? 6-3-10-20 ലക്ഷം രൂപയായി. അയാൾ എത്ര 5 ലക്ഷം 6-7 ലക്ഷത്തിന് വാങ്ങിച്ചത് 20 ലക്ഷം രൂപക്ക് വിൽക്കാൻ പറ്റി. അത് ജെയ്സാപ്പ് ആണ് വാങ്ങിച്ചത്. ജെയ്സാപ്പ് ഇപ്പോഴും ഹോൾഡ് ചെയ്യാണ്. ജെയ്സാപ്പ് അത് 10-20 ലക്ഷം രൂപക്ക് വാങ്ങിച്ചിട്ട് ഹോൾഡ് ചെയ്യുകയാണ്. ജെയ്സാപ്പ് അതിനെ ഓൺഡ് ബൈ ജെയ്സാപ്പ് എന്ന് മുകളിലുണ്ട്. ജെയ്സാപ്പ് ഇപ്പൊ അതിനെ വിൽക്കാൻ ഇട്ടിട്ടുണ്ട്. എത്ര? 1.5 കോടി രൂപക്ക്. 1.5 കോടിക്ക് വിൽക്കാൻ പറ്റുമോ? നമുക്ക് നോക്കാം. ബോർഡ് ഏപ്പ് യാർഡ് ക്ലബിലേക്ക് നോക്കാം. ഇപ്പൊ ബോർഡ് ഏപ്പ് യാർഡ് ക്ലബിന്റെ ഫ്ലോർ പ്രൈസ് എന്ന് പറയുന്നത്, ഈ ഒരു കമ്മ്യൂണിറ്റിയിലുള്ള NFTസിന്റെ ഫ്ലോർ പ്രൈസ് എന്ന് പറയുന്നത് 78 ഈത്തറാണ്. അപ്പൊ തീർച്ചയായിട്ടും മേ ബി പുള്ളിക്ക് വിൽക്കാൻ പറ്റിയേക്കാം. ശരിയല്ലേ? അതുപോലെ തന്നെ ഇതിന്റെ ആക്ടിവിറ്റിയിലേക്ക് വന്നിട്ട് ആവറേജ് പ്രൈസിലേക്ക് നോക്കുകയാണെങ്കിൽ ഓൾ ടൈം നമുക്ക് ഇടാം. അപ്പൊ ഈ ഒരു NFTയുടെ കളക്ഷൻ പുറത്തേക്ക് ഇറങ്ങി, റൈറ്റ്? വെറും പടമാണെന്ന് തന്നെ വിചാരിച്ചോളൂ. അത് ഇറങ്ങിയ കാലഘട്ടത്തിന്റെ ആവറേജ് പ്രൈസ് എത്രയാ നോക്കിയേ. ഇവിടെ എവിടെയെങ്കിലും വെച്ച് നോക്കുമ്പോൾ കാണാൻ പറ്റും. ആവറേജ് പ്രൈസ് എന്ന് പറയുന്നത് വെറും 0.6 ഈത്തറാണ്. ഇമേജ് തന്നെയാണെന്ന് വിചാരിച്ചു. 0.6 ഈതർ എന്ന് പറയുമ്പോൾ എത്രയായി? വെറും 1 ലക്ഷം 1.5 ലക്ഷം രൂപയേ ഉള്ളൂ. അതിനുശേഷം ഇത് ഈ ഒരു പടത്തിന്റെ ഡിമാൻഡ് കൂടി, നാട്ടിൽ ഇതിന്റെ ഡിമാൻഡ് വന്ന് വാങ്ങാൻ ആള് വന്നിട്ട് ഇപ്പൊ എത്രയായി? ഇപ്പൊ അതിന്റെ ആവറേജ് പ്രൈസ് എന്ന് പറയുന്നത് 100 ഈത്തറായി. 100 ഇരട്ടി റിട്ടേൺസ് ഓൺ ഇൻവെസ്റ്റ്മെന്റ്. എത്ര നാൾ കൊണ്ടാ ഇത് തുടങ്ങിയത്? 2021 തുടക്കത്തിൽ. ഒരു വർഷത്തിനുള്ളിൽ 100 ടൈംസ് റിട്ടേൺസ് ആദ്യം ഇത് വാങ്ങിച്ച് ഹോൾഡ് ചെയ്ത് കിട്ടിയ ആൾക്കായി. അപ്പൊ ഇത് ഇമേജ് ആയിക്കോട്ടെ, ഡൗൺലോഡ് ചെയ്യാൻ പറ്റിക്കോട്ടെ, നിങ്ങൾ JPEG ആക്കിയിട്ട് നിങ്ങൾ എവിടെ വേണമെങ്കിലും വെച്ചോ. അങ്ങനെ വെച്ചിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടിയോ? ഒന്നും കിട്ടിയില്ല. അപ്പൊ എന്താ എന്റെ പോയിന്റ് എന്ന് പറയുന്നത് എന്താ? ഇതൊരു JPEG ആണ് എന്ന് നിങ്ങൾ അസ്യൂം ചെയ്താൽ പോലും അത് വാങ്ങിച്ച് വിൽക്കുന്നവർ എന്തുകൊണ്ടാണ് അത് ചെയ്യുന്നത്? അതിൽ പൈസ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളത് കൊണ്ട്. അപ്പൊ ഇതിനെ എന്ത് നമുക്ക് വിളിക്കാം? NFTs ഇന്നൊരു ട്രേഡ് ചെയ്യാൻ പറ്റുന്ന ഒരു അസറ്റ് ക്ലാസ് ആണ് അല്ലേ? നമ്മൾ ഇക്വിറ്റിയിൽ ട്രേഡ് ചെയ്ത് പൈസ ഉണ്ടാക്കുന്നുണ്ട്, ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസിൽ ട്രേഡ് ചെയ്ത് പൈസ ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ ട്രേഡ് ചെയ്ത് പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അസറ്റ് ക്ലാസ് ആയിട്ട് NFTനെ ആൾക്കാർ ഉപയോഗിക്കുന്നത് കൊണ്ട് അതൊരു JPEG ആണെങ്കിലും അതിന് വിലയുണ്ട്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി ഞാൻ പറഞ്ഞ രണ്ടാമത്തെ ടൈപ്പ് ഓഫ് NFTസിനെ പറ്റി സംസാരിക്കാം. അതായത് ആ NFTs എന്ന് പറയുന്നത് വെറുതെ ഒരു ഡിജിറ്റൽ അസറ്റ് മാത്രമല്ല. അതായത് ഒരു ഉപയോഗവുമില്ലാത്ത ഒരു JPEG, അതായത് നമുക്ക് കണ്ടാസ്വദിക്കാൻ മാത്രം പറ്റുന്ന ഒരു JPEG ഇമേജോ കേട്ട് ആസ്വദിക്കാൻ മാത്രം പറ്റുന്ന ഒരു പാട്ടോ ആയിരിക്കില്ല. എന്നാൽ ആ ഒരു NFT എന്ന ഡിജിറ്റൽ അസറ്റിന് അറൗണ്ട് ഒരു യൂസ് കേസ് കൂടി കാണും. ഇന്ന് നമ്മൾ കണ്ടുവരുന്ന ക്രിപ്റ്റോ ബൂം അല്ലെങ്കിൽ NFT ബൂംസ് എല്ലാം നടക്കുന്നത് ഇതുപോലെ നല്ല യൂസ് കേസസ് ഉള്ള, നല്ല റോഡ് മാപ്സ് ഉള്ള, നല്ല പ്രൊജക്ട് പ്ലാൻസ് ഉള്ള, നല്ല ഉപയോഗങ്ങളുള്ള NFTs ആണ്. ഒന്നുകൂടി പറയുന്നു, ഇത് കാണാൻ ഒരു പടമായിരുന്നേക്കാം, എന്നാൽ ഇത് വെറുതെ കണ്ട് ആസ്വദിക്കാനല്ല പടം വാങ്ങുന്നത്. എന്നാൽ ആ പടം വാങ്ങുമ്പോൾ അല്ലെങ്കിൽ ആ NFT വാങ്ങുമ്പോൾ അതിനോട് കൂടെ കിട്ടുന്ന ബെനിഫിറ്റ്സ് കൊണ്ടാണ്. എന്നെയൊക്കെ നെട്ടിച്ച് അല്ലെങ്കിൽ ലോകത്തെ പലരെയും വലിയ രീതിയിൽ നെട്ടിച്ചതാണ് നമ്മുടെ ഫേവറേറ്റ് ഗാരി വേനർചക്ക് സ്വന്തമായിട്ട് ഒരു NFT കളക്ഷൻ ലോഞ്ച് ചെയ്തപ്പോൾ. അതാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. അപ്പൊ അതിന്റെ പേര് പുള്ളി ഇട്ടിരിക്കുന്നത് വി ഫ്രണ്ട്സ് എന്നാണ്. അപ്പൊ ഇത് കണ്ടോ, ക്രിയേറ്റഡ് ബൈ ഗാരി വി. നമ്മുടെ ഗാരി വേനർചക്ക് ക്രിയേറ്റ് ചെയ്ത സ്വന്തം NFT കളക്ഷൻ ആണ്. അപ്പോൾ പുള്ളിയുടെ NFT കളക്ഷൻ ഒന്ന് കണ്ടു നോക്കിയല്ലോ. ആഹാ, എത്ര മനോഹരം, റൈറ്റ്? ഇതാണ് പുള്ളിയുടെ NFT കളക്ഷനിലെ ഇമേജസ്. എത്ര ഹൈ ക്വാളിറ്റി പടങ്ങളാണ് അല്ലേ? കാണാനാണെങ്കിൽ നമ്മൾ ആസ്വദിക്കാൻ പോയിട്ട് വെറുതെ ഒരു തവണ പോലും നോക്കുന്ന പോലത്തെ ഇമേജസ് അല്ല. പക്ഷെ ഇതിന്റെ വില എന്താ നോക്കിയേ? നിയർലി 10 ഇതീറിയം, നിയർലി 30 ലക്ഷം രൂപയാണ് ഈ ഓരോ ഒന്നിനും കൊള്ളാത്ത ഇമേജസിന് വേണമെങ്കിൽ പറയാൻ പറ്റും അല്ലേ? അപ്പൊ എന്റെ പോയിന്റ് എന്ന് പറയുന്നത് ഈ ഇമേജസ് കാണാനോ ആസ്വദിക്കാനോ ഉള്ളതല്ല, പിന്നെ എന്തിനാണുള്ളത്? കണ്ടു നോക്കാം. അതിന് നമുക്ക് വി ഫ്രണ്ട്സിന്റെ വെബ്സൈറ്റിലേക്ക് പോകാം. വി ഫ്രണ്ട്സിന്റെ വെബ്സൈറ്റിൽ പോകുമ്പോൾ പുള്ളി കണ്ടോ, വെൽക്കം ടു വി ഫ്രണ്ട്സ്, ഇറ്റ്സ് എൻ NFT പ്രോജക്ട് അറൗണ്ട് മീനിങ്ഫുൾ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ആൻഡ് എക്സ്ട്രാ ഓർഡിനറി കമ്മ്യൂണിറ്റി. നമുക്ക് താഴോട്ടൊന്ന് സ്ക്രോൾ ചെയ്ത് വരികയാണെങ്കിൽ പുള്ളി തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതെവിടെ പോയി? പുള്ളി തന്നെ എഴുതി വെച്ചിട്ടുണ്ട്, ഇതാ, ബൈ ഓണിങ് എ വി ഫ്രണ്ട് NFT. അതായത് നമ്മൾ നേരത്തെ കുറെ കളക്ഷനിൽ ഒരു ഭംഗിയില്ലാത്ത കുറെ പടങ്ങൾ കണ്ടു അല്ലേ? അത് ഓരോ NFT ആണല്ലോ. അത് നിങ്ങൾ ഓൺ ചെയ്യുന്നതിലൂടെ യു ഇമ്മീഡിയറ്റ്ലി ബിക്കം പാർട്ട് ഓഫ് ദ വി ഫ്രണ്ട്സ് കമ്മ്യൂണിറ്റി ആൻഡ് ഗെറ്റ് ആക്സസ് ടു വി കോൺ. അതായത് ആ ഒരു NFT നിങ്ങൾ വാങ്ങിച്ചാൽ അത് കാണാനല്ല, ആസ്വദിക്കാനല്ല, ഭംഗി കാണാനല്ല, എന്നാൽ അതൊരാൾ വാങ്ങുന്നത് ഗാരി വി മാനേജ് ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റി, ഒരു ക്ലോസ്ഡ് പ്രൈവറ്റ് കമ്മ്യൂണിറ്റിയിലേക്ക് കയറി പറ്റാനാണ്. അപ്പോൾ ഇവിടെ ചോദിക്കുന്നുണ്ട്, വേർ ക്യാൻ ഐ ഇന്ററാക്ട് വിത്ത് അതർ വി ഫ്രണ്ട്സ് NFT കളക്ടേഴ്സ്? വി ആർ ഓൾവേസ് ഹാങ്ങിങ് ഔട്ട് വിത്ത് അവർ വി ഫ്രണ്ട്സ് ഓൺ അവർ ഡിസ്കോഡ് ചാനൽ. അപ്പോൾ ഡിസ്കോഡിനകത്തുള്ള ഒരു എക്സ്ക്ലൂസീവ് പ്രീമിയം ഗാരി വി ഉള്ള കമ്മ്യൂണിറ്റിയിലേക്ക് കയറി പറ്റാനുള്ള ഒരു എൻട്രി പാസ് ആണ് ഈ വി ഫ്രണ്ടിന്റെ ഒരു NFT എന്ന് പറയുന്നത്. അപ്പോൾ ഈ NFT-യുമായിട്ട് ഒരു യൂസ് കേസ് അറ്റാച്ച്ഡ് ആണ്. അതാണ് ഞാൻ യൂസ് കേസ് NFT കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ എന്താ കാണാൻ പറ്റുന്നത്? നിങ്ങൾക്ക് NFT ഉണ്ട് എങ്കിൽ March
15 bring 3 of your friends to battle Gary Vee in a 2 hour long poker game. NFT നിങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഗ്യാരിയുമായിട്ട് നിങ്ങൾക്ക് 3 ഫ്രണ്ട്സിനെയും കൂട്ടി 2 മണിക്കൂർ പോക്കർ കളിക്കാം. മാർച്ച് 7 മീറ്റ് വിത്ത് ഗ്യാരി ഫോർ എ 2 hour 1-on-1 മെന്റർ സെഷൻ. NFT വാങ്ങിച്ചാൽ മാത്രമേ എക്സ്ക്ലൂസീവ് ആക്സസ് ഉള്ളൂ, ബാക്കിയുള്ളവർക്ക് പറ്റുക പോലും ഇല്ല. കണ്ടോ, അങ്ങനെ ഓരോ മാസവും 2-3 ഇവന്റ് വെച്ചിട്ട് ഗ്യാരി വി നടത്തുന്നുണ്ട്. അപ്പോൾ എഗെയിൻ മൈ പോയിന്റ് ബീയിങ്, ഈ ഒരു NFT വന്നൊരാൾ വാങ്ങണമെങ്കിൽ എന്തിനാണ് ഈ പടം കാണാനല്ല, എന്നാൽ ഇത് വാങ്ങുന്നതിലൂടെ ഗ്യാരി വിയുമായിട്ട് എക്സ്ക്ലൂസീവ് പരിപാടികളിൽ പങ്കെടുക്കാം. വി കോൺഫറൻസിന്റെ ഷോർട്ടാണ്. വി കോൺ എന്ന ഗ്യാരി വി എല്ലാ വർഷവും പ്ലാൻ ചെയ്യുന്ന ഒരു വലിയ ഒരു വലിയ കോൺഫറൻസിലേക്ക് എക്സ്ക്ലൂസീവ് ഫ്രീ ആക്സസ് നിങ്ങൾക്ക് കിട്ടും. അത് ഗ്യാരി വി പറയുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഇത് കണ്ടിട്ട് ഗ്യാരി വിനോട് താല്പര്യമുള്ള ആൾക്കാർ NFT വാങ്ങിച്ചു തുടങ്ങി. എന്തുകൊണ്ടാണ്? അപ്പൊ ഈ ഒരു യൂസ് കേസ് NFT ആൾക്കാർ എന്തുകൊണ്ട് വാങ്ങിച്ചു? പടം കണ്ട് ആസ്വദിക്കാനല്ല, എന്നാൽ അതിന്റെ യൂസ് കേസ് ആസ്വദിക്കാൻ, ഗ്യാരി വിയുമായിട്ട് നേരിട്ട് എക്സ്ക്ലൂസീവ് ഇവന്റ്സിൽ പങ്കെടുക്കാനായിട്ട്, വീക്കോണിൽ പങ്കെടുക്കാനായിട്ട്, അവരുടെ ഒരു പ്രീമിയം എക്സ്ക്ലൂസീവ് കമ്മ്യൂണിറ്റിയുള്ള ഡിസ്കോഡിൽ പങ്കെടുക്കാനായിട്ട്, അല്ലെ, ഗ്യാരി വി എന്നുള്ള ടോപ്പ് ആളുമായിട്ട് അങ്ങനെ ഒരു ബന്ധം പുലർത്താൻ പലർക്കും താല്പര്യം ഉണ്ടായേക്കാം. ഈ മൂന്നും എന്തായാലും ഉണ്ട്. ഇനി ഇതിന്റെ കൂടെ വരുന്നുണ്ട് ദിസ് ബീയിങ് എൻ NFT. ഇതും ഒരു നേരത്തെ പറഞ്ഞ പോലെ ഒരു അസറ്റ് ക്ലാസ് ആണ്, അല്ലേ? കാരണം ഗ്യാരിയുമായിട്ട് പങ്കെടുക്കണം എന്നുള്ള, ഗ്യാരി വി എന്ന ബ്രാൻഡിന്റെ പവർ കൂടുന്തോറും ഗ്യാരിയുമായിട്ട് അടുത്തിടപഴകണം, കമ്മ്യൂണിറ്റിയിൽ ചേരണം എന്നുള്ളതിന്റെ ആൾക്കാരുടെ ആഗ്രഹം കൂടും. അപ്പോൾ ഇത് വാങ്ങാനുള്ള ആൾക്കാരുടെ വില കൂടും. നമുക്ക് നോക്കാലോ. ഇവിടെയും വന്നിട്ട് ആക്ടിവിറ്റിയിൽ വന്നാൽ ഗ്യാരി വി ഇത് ലോഞ്ച് ചെയ്ത കാലഘട്ടത്തിൽ ഈ ഒരു നമുക്ക് ഇവിടെ ലാസ്റ്റ് അല്ലെങ്കിൽ ഓൾ ടൈമിലുള്ള ഇതിന്റെ ഒരു വിലയുടെ പോക്കൊന്ന് നോക്കാം. കേട്ടോ, ഗ്യാരി വി ലോഞ്ച് ചെയ്തത് എന്നാ നിയർലി 2021 മെയിലാണ്. അന്ന് ആവറേജ് പ്രൈസ് ഒരു ഇതീറിയമാണ് 1.73, അല്ലെങ്കിൽ കുറച്ചും കൂടി താഴെ ആ ഒരു ഡിപ്പ് വന്നപ്പോൾ നിയർലി എവിടെ 0.7 ഇതീറിയം പിടിച്ചോ ആവറേജ്. അപ്പൊ അന്ന് നിയർലി 2 ലക്ഷം ഉള്ള ഒരു 3 ലക്ഷം കൊടുത്താൽ ഒരാൾക്ക് ഒരു വി ഫ്രണ്ട്സ് ആണല്ലോ ഒരു പേര്, കണ്ടോ, വി ഫ്രണ്ട്സിന്റെ ഒരു NFT എന്നോ എത്ര ഒരു 2-3 ലക്ഷം രൂപക്ക് വാങ്ങാൻ പറ്റുമായിരുന്നു. ഇപ്പൊ അതിനെന്താ ആവറേജ് പ്രൈസ് ഉള്ളത്? ഇപ്പൊ ആവറേജ് പ്രൈസ് 15 അപ്പോൾ ഒരു വർഷത്തിനുള്ളിൽ, ഒരു വർഷം പോലും ആയില്ല, 15 ഇരട്ടി റിട്ടേൺസ് കിട്ടാൻ പറ്റി. എന്തുകൊണ്ടാണ്? അയാൾക്ക് ഇത്രയും നാള് ഡെഫിനറ്റ്ലി ഈ പറഞ്ഞ എക്സ്ക്ലൂസീവ് പേഴ്സും ബെനിഫിറ്റ്സും കിട്ടിക്കൊണ്ടിരുന്നു. അതുപോലെ തന്നെ ഇന്ന് ഗ്യാരി വിന്റെ കമ്മ്യൂണിറ്റിയിലേക്ക് കയറണം എന്നുള്ളതിന്റെ ഡിമാൻഡും ആൾക്കാർക്ക് കൂടുന്നുണ്ട്. അതുകൊണ്ട് പുറത്തുള്ള ആൾക്കാർ കൂടുതൽ പൈസ കൊടുത്ത് അതിലേക്ക് കയറാൻ താല്പര്യം കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇയാളുടെ കയ്യിലുള്ള NFT കൂടുതൽ വിലക്ക് വിൽക്കാനും പറ്റുന്നുണ്ട്. എന്ത് മനസ്സിലാക്കാൻ പറ്റി ഇതുവരെ ഇത്രയും കേട്ടതിൽ നിന്ന്? ഇത് വെറുതെ ഒരു യൂസ് കേസും ഇല്ലാത്ത കേട്ട് ആസ്വദിക്കാൻ പറ്റുന്ന വെറുതെ ഒരു ഡിജിറ്റൽ അസറ്റ് ആണെങ്കിലും അതിനൊരു ട്രേഡ് ചെയ്ത് നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റും. ഇനി അതല്ല ഇതിനോടൊരു യൂസ് കേസ് ഉണ്ടെങ്കിലോ, ആ യൂസ് കേസ് ആ NFT ഹോൾഡ് ചെയ്യുന്ന കാലഘട്ടത്തിൽ ആ യൂസ് കേസ് നിങ്ങൾക്ക് എൻജോയ് ചെയ്യാം. ആ യൂസ് കേസിന് ഡിമാൻഡ് നാട്ടിൽ കൂടുകയാണ് എങ്കിൽ ആ NFT വില കൂടും. അപ്പൊ അതിന് വേണമെങ്കിൽ ട്രേഡ് ചെയ്ത് പൈസയാക്കാനും പറ്റും. ഇപ്പൊ നിങ്ങൾക്ക് വൈ യു ഷുഡ് ബി ഇൻട്രസ്റ്റഡ് ഇൻ NFT എന്ന് മനസ്സിലാക്കുന്നില്ലേ? പൈസ നല്ല രീതിയിൽ ചെയ്താൽ, അഗെയിൻ നോട്ട് ദ പോയിന്റ്, നല്ല രീതിയിൽ ചെയ്താൽ ഡെഫിനറ്റ്ലി പൈസ ഉണ്ടാക്കാൻ പറ്റും. 2 യൂസ് കേസ് NFTs ഉണ്ടെങ്കിൽ പല ഈ യൂസ് കേസുകൾ നിങ്ങൾക്ക് ചെയ്യാനും പറ്റും. ഇനി എൻ്റെ കയ്യിലുള്ള ഒരു യൂസ് കേസ് NFT ഞാൻ കാണിച്ചു തരാം. അപ്പോൾ എൻ്റെ പ്രൊഫൈലിലേക്ക് വരികയാണ്. എൻ്റെ കയ്യിൽ കുറച്ച് NFT ഇവിടെ കാണുന്നുണ്ട്. വലിയ അടിപൊളി NFT ഒന്നുമല്ല, ജഡ്ജ് ചെയ്യാൻ നിൽക്കണ്ട. എന്നാലും ഞാൻ പറയുന്നത് എൻ്റെ ഈ കുതിരേനെ കണ്ടോ, സെഡ് റൺ എന്ന് പറയുന്ന ഈ ഒരു ഡീസെൻട്രലൈസ്ഡ് ഹോഴ്സ് റേസിംഗ് ഗെയിമിംഗ് പ്ലാറ്റ്ഫോമിൽ കണ്ടോ, ഇപ്പൊ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇപ്പൊ ആക്ച്വലി ഈ ഗെയിമിനകത്ത് ഒരു റേസ് നടക്കുന്നുണ്ട്. ആ റേസ് നടക്കുന്ന കുതിരകളാണ് ഇവിടെ നിൽക്കുന്നത്. ആ കുതിരകൾ ഇപ്പോൾ റേസ് തുടങ്ങാൻ 5 സെക്കൻഡ് കൂടെ ഉണ്ട്. മുകളിൽ കാണുന്ന പോലെ 3, 2, 1 ഗോ. ഇതാ കുതിരകൾ ഓടി തുടങ്ങിയിട്ടുണ്ട്. ഓരോ കുതിരകൾക്കും ഓരോ പേര് നിങ്ങൾ കാണുന്നില്ലേ? അപ്പൊ ഈ ഓരോ കുതിരയും ഓരോ NFT ആണ്. ആ ഓരോ കുതിരക്കും ഓരോ ഓണേഴ്സ് ലോകത്ത് എവിടെയോ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞതുപോലെ എൻ്റെ കയ്യിൽ എൻ്റെ കുതിര എവിടെ പോയി? എൻ്റെ കുതിര ഇതാണ്. ഈ കുതിരേനെ എനിക്ക് സെഡ് റൺ എന്ന പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവന്നിട്ട് എൻ്റെ വാളറ്റ് കണക്ട് ചെയ്തിട്ട് ഈ ഗെയിമിനകത്തേക്ക് കൊണ്ടുവന്നിട്ട് ഈ കുതിരേനെ ഹോഴ്സ് റേസിംഗിൽ പങ്കെടുക്കാൻ പറ്റും. അതിൽ വിജയിച്ചാൽ, ഈ റേസിൽ വിജയിച്ചാൽ എൻ്റെ കുതിരക്ക് ഗെയിമിൽ വിജയിച്ചാൽ എനിക്ക് പൈസ കിട്ടും, ആക്ച്വൽ മണി കിട്ടും. അതുപോലെ തന്നെ എൻ്റെ കുതിരേനെ ഈ ഗെയിമിൽ കൊണ്ടുവന്നിട്ട് മറ്റു കുതിരകളുമായിട്ട് ബ്രീഡ് ചെയ്തിട്ട് കുട്ടി കുതിരകളെ എനിക്ക് ഉണ്ടാക്കാൻ പറ്റും. ആ കുതിരകളും നല്ല രീതിയിൽ ഓടുന്ന കുതിരകളാണെങ്കിൽ ആ കുതിരകളെ ഈ ഗെയിമിൽ റൺ ചെയ്തിട്ട് അതിലും എനിക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റും. അല്ലെങ്കിൽ ഞാൻ ഉണ്ടാക്കുന്ന കുതിരകളെ എനിക്ക് പൈസക്ക് വിൽക്കാനും പറ്റും. മനസ്സിലായി? ഒരു യൂസ് കേസ് NFT ആണ്. അപ്പൊ എന്താണ്? അപ്പൊ ഇവിടെ ഞാൻ എന്തുകൊണ്ടാണ് ചെയ്തത്? ഈ കുതിരയെ ഞാൻ പൈസ കൊടുത്ത് വാങ്ങിച്ചിട്ടുണ്ട്. ചെറിയ പൈസ ഉള്ളൂ, വളരെ ചെറിയ പൈസക്ക് നിങ്ങൾക്ക് ഈ കുതിര സെഡ് റണ്ണിൽ പോവുകയാണെങ്കിൽ, സെഡ് റണ്ണിന്റെ കളക്ഷൻസിലേക്ക് പോവുകയാണെങ്കിൽ ഇപ്പൊ അതിന്റെ ഫ്ലോർ പ്രൈസ് നോക്കിയാൽ, അല്ലെങ്കിൽ ഇവിടെ നോക്കുകയാണെങ്കിൽ ബൈനൌവിൽ നെക്കിയാൽ വെറും $40 എന്ന് പറയുമ്പോൾ എത്ര? 2800 രൂപ, 3000 രൂപ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റുന്നതാണ്. അപ്പോ ഞാൻ എന്തുകൊണ്ട് ഇത് വാങ്ങിച്ചു എന്ന് വെച്ചാൽ അഗെയിൻ ഇത് മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നതാണ്. ഒന്ന്, ഈ കുതിരേനെ വാങ്ങിച്ചപ്പോൾ എനിക്കും ഒരു 10,000-4000 രൂപ ചെലവായിട്ടുണ്ട് എങ്കിൽ ആ കുതിരേനെ കൊണ്ട് എനിക്ക് ഗെയിം കളിക്കാം. ആ ഗെയിമിൽ നിന്ന് പൈസ ഉണ്ടാക്കാനുള്ള സാധ്യത എനിക്കുണ്ട്. ആ ഗെയിം കളിക്കുമ്പോൾ എനിക്ക് എന്റർടൈൻമെന്റ് ഉണ്ട്. അതിനെ ബ്രീഡ് ചെയ്തിട്ടും എനിക്ക് കുറേയധികം പൊട്ടൻഷ്യൽ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, കുറെ യൂസ് കേസസ് ഉണ്ട്. അതേസമയം തന്നെ
ഒരു വർഷം കഴിഞ്ഞിട്ട് ഈ ഡീസെൻട്രലൈസ്ഡ് ഗെയിമിംഗ് പ്ലാറ്റ്ഫോംസിന്റെ ഇടയിൽ സെഡ് റൺ ഒരു അടിപൊളി ഗെയിമായി എന്ന് വിചാരിക്കുക, ഭയങ്കര ഗെയിമായി എന്ന് വിചാരിക്കുക. അപ്പോൾ ഇതിനകത്തുള്ള കുതിരകളുടെ വില കൂടും. അപ്പോൾ എന്റെ കുതിര അന്ന് കുറെ ജയിച്ച് നിൽക്കുന്ന കുതിരയാണെങ്കിൽ ഞാനിപ്പോൾ വാങ്ങിച്ചത് 5000 രൂപക്കാണെങ്കിൽ ചിലപ്പോൾ എനിക്കൊരു 50,000 രൂപക്കോ 5 ലക്ഷം രൂപക്കോ വിൽക്കാൻ പറ്റിയാലോ. അപ്പോൾ പറഞ്ഞതുപോലെ ഇവിടുത്തെ യൂസ് കേസും ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ഇതിൽ ട്രേഡ് ചെയ്ത് ലാഭം ഉണ്ടാക്കാമെന്നുള്ള ഓപ്പർച്യൂണിറ്റിയും എന്റെ കയ്യിലുണ്ട്. അപ്പോൾ ഇതൊക്കെ ചെറിയ എക്സാമ്പിൾസ് മാത്രമാണ്. വി ഫ്രണ്ട്സും സെഡ് റണ്ണും ഒക്കെ ചെറിയ എക്സാമ്പിൾസ് ആണ്. ഇതിനേക്കാളും എത്രയോ വലിയ ഗെയിംസ് ഉണ്ട്. ഡീസെൻട്രലാൻഡ് എന്ന് പറയുന്നത് ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള മെറ്റവേഴ്സ് ആണ്. ആ ഡീസെൻട്രലാൻഡിനകത്ത് ആൾക്കാരിടുന്ന ഡ്രസ്സുകളും ആൾക്കാരുടെ ആക്സസറീസും ഒക്കെ ഓരോ NFT ആണ്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങിച്ചിട്ട് മറ്റുള്ളവർക്ക് വിൽക്കാം, അവർ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് അവർക്ക് മറ്റുള്ള ഒരാൾക്ക് വിൽക്കാം, റൈറ്റ്? അപ്പൊ അങ്ങനെ NFTസിന് യൂസ് കേസസ് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ എന്റെ കളക്ഷൻസിലേക്ക് വരികയാണെങ്കിൽ ഇത് കണ്ടോ, റെവ് ആസ്പയർ എന്ന് പറഞ്ഞ ഒരു കാർ എന്റെ അടുത്തുണ്ട്. ഇത് റെവ് റേസിംഗ് എന്ന് പറഞ്ഞു, ഇതുപോലെ നേരത്തെ സെഡ് റൺ പോലെ റെവ് റേസിംഗ് എന്നൊരു ഗെയിം ഉണ്ട്. ആ ഗെയിമിൽ ഈ കാർ ഉപയോഗിച്ചാണ് ഞാൻ റേസ് ചെയ്യുക. നാളെ എനിക്ക് ഗെയിം ബോറടിച്ചുവെങ്കിൽ ഈ കാർ എനിക്ക് മറ്റൊരാൾക്ക് വിൽക്കാൻ പറ്റും. കാര്യങ്ങൾ വളരെ വ്യക്തമായി മനസ്സിലാകുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ എന്തായാലും ഇത്രയും കേട്ടതിലൂടെയും കണ്ടതിലൂടെയും നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ മനസ്സിലുണ്ടായിരുന്ന വലിയൊരു ചോദ്യത്തിന് ഉത്തരം കിട്ടിയെന്ന് തോന്നുന്നു അല്ലെ? പലരും ഇതിനെപ്പറ്റി സംസാരിക്കില്ല. പലരും ഇപ്പോഴും വിചാരിച്ച് വെക്കുന്നത് ഇതെന്തോ ഇമേജസ് ആണ്, താല്പര്യമുള്ള എന്തൂസിയാസ് എന്തോ വാങ്ങും വിൽക്കും അത്രേ ഉള്ളൂ എന്ന്. അപ്പോൾ വൈ ഷുഡ് യു ബി ഇൻട്രസ്റ്റഡ് എന്നുള്ള ഉത്തരം കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഒന്ന്, ഒരു ക്രിയേറ്റർ ആണ്, ഒരു ഡിജിറ്റൽ ആർട്ടിസ്റ്റ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി പുള്ളിയുടെ സാധനങ്ങൾ ഉണ്ടാക്കിയിട്ട് പുള്ളിക്ക് ആർട്ടിൽ മാത്രം ഫോക്കസ് ചെയ്താൽ മതി. അതിന്റെ മോണിറ്റൈസേഷൻ ഒക്കെ ഇതിലൂടെ നടന്നു പോയിക്കോളും. അങ്ങനെ ഒരു യൂസ് കേസ് തീർച്ചയായിട്ടും ഉണ്ട്. രണ്ടാമത്, നമ്മൾ സാധാരണക്കാരിൽ ഇതിൽ ഇൻട്രസ്റ്റഡ് ആകേണ്ടത് എന്താ വെച്ചാൽ, ഒരു യൂസ് കേസ് ഇല്ലാത്ത NFT ആണെങ്കിലും യൂസ് കേസ് ഉള്ള NFT ആണെങ്കിലും അതിനെ ട്രേഡ് ചെയ്ത് പൈസ ഉണ്ടാക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി തീർച്ചയായിട്ടും ഇവിടെ ഉണ്ട്. മൂന്നാമത്തെ എന്താണെന്ന് വെച്ചാൽ, ഒരു യൂസ് കേസ് ഉള്ള NFT ആണെങ്കിൽ ആ യൂസ് കേസ് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. യൂസ് കേസ് വെച്ചിട്ട് മേ ബി ആ യൂസ് കേസിലൂടെ മേ ബി പൈസ ഉണ്ടാക്കാൻ പോസിബിൾ ആണ്. അപ്പോൾ പൈസ ഉണ്ടാക്കാൻ പറ്റുന്നു എന്നുള്ളത് കൊണ്ടാണ് എല്ലാവർക്കും താല്പര്യമുള്ളത്. അപ്പോൾ പൈസയെ പറ്റി സംസാരിക്കുമ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പറയേണ്ട ഒരു കാര്യമാണ്. അതായത് എല്ലാവരും ഇതിന്റെ പിന്നിൽ ഓടുന്നുണ്ട്, കയറുന്നുണ്ട്. പലരും വിചാരിക്കുന്നു ഇതിൽ വലിയ പൈസ ഉള്ളവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ അവസാനം കാണിച്ചതുപോലെ അഗൈൻ 2000, 3000, 5000, 10,000 ഒക്കെ എന്തായാലും മിനിമം വരും. അത്രയൊക്കെ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി പല വിധത്തിലുള്ള, ഇപ്പൊ കണ്ട ഞാൻ കുതിരനെ വാങ്ങിച്ച് പല സാധനങ്ങൾ ചെയ്തിട്ടില്ലേ, ആ കാറിന് വാങ്ങാൻ വളരെ ചെറിയ പൈസ ആയിട്ടുള്ളൂ. അതുപോലെ ഇന്ന് വളരെ നല്ല രീതിയിൽ നടക്കുന്ന കുറെ ഗെയിംസും യൂസ് കേസും ഉണ്ട്. അതിലൊക്കെ പങ്കെടുക്കാൻ ചെറിയ പൈസ മാത്രം മതി, അതിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. എന്നാലും ഞാൻ പറഞ്ഞു വരുന്നത്, ശരിക്കും എല്ലാവർക്കും ഇതിൽ പൈസ ഉണ്ടാക്കാൻ പറ്റുമോ? അപ്പോൾ അതിന്റെ ഓണസ്റ്റ് ആയിട്ടുള്ള ഉത്തരം എന്താണെന്ന് വെച്ചാൽ, NFT ശരിക്കും ഒരു ലെജിറ്റ് ലോകമാണോ, അതോ ഇത് വെറും ഫാഡ്, അതായത് ഇപ്പോൾ കുറച്ച് നാളത്തേക്ക് മാത്രം നിൽക്കുന്ന ഒരു ട്രെൻഡ് മാത്രമാണോ, ഇട്ടാൽ പൈസ പോകുമോ എന്നൊക്കെയാണ്. അപ്പോൾ തിയററ്റിക്കലി ഉത്തരം പറയുകയാണെങ്കിൽ വലിയ രീതിയിൽ പൈസ ഉണ്ടാക്കുന്ന കുറേ അധികം ആൾക്കാർ ചുറ്റുമുണ്ട്. എല്ലാവർക്കും പറ്റുമോ എന്നുള്ള ചോദ്യത്തേക്ക് ഞാൻ വരാം. ഇത് ശരിക്കും സ്റ്റോക്ക് മാർക്കറ്റും ട്രേഡിങ്ങും പോസിബിൾ ആണോ എന്ന് ചോദിക്കുന്ന പോലെയാ. ട്രേഡ് ചെയ്ത് പൈസ ഉണ്ടാക്കുന്ന എത്ര പേരുണ്ട്? നമ്മുടെ സിറോദയുടെ നിതിൻ കാമത്ത് പറഞ്ഞതുപോലെ ഇന്ത്യയിൽ ആകെ 1% ആക്റ്റീവ് ട്രേഡേഴ്സ് എന്തോ 3 വർഷത്തിന്റെ പീരീഡിൽ FD റിട്ടേൺസിനേക്കാളും കൂടുതൽ പൈസ ഉണ്ടാക്കുന്നുള്ളൂ. അതുകൊണ്ട് എന്താ ട്രേഡിംഗ് പറ്റില്ല എന്നുണ്ടോ? അതുപോലെ തന്നെ NFT എൻ്റെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ ഇന്ന് പൈസ ഉണ്ടാക്കാനുള്ള ഓപ്പർച്യൂണിറ്റീസ് കുറേ ഉണ്ട്. പക്ഷേ ഇത് തീർച്ചയായിട്ടും വളരെ ഏർലി സ്റ്റേജിലാണ്. ഇത് എത്രമാത്രം ഇനി മുന്നിലേക്ക് ഡെവലപ്പ് ആകുമെന്ന് അറിയില്ല. പെട്ടെന്ന് ഒരു ബെയറിഷ് ഫേസ് ഒക്കെ വന്നിട്ട് ക്രിപ്റ്റോ വിൻഡർ ഒക്കെ സംഭവിക്കുകയാണെങ്കിൽ ആൾക്കാർക്ക് താല്പര്യം പോയിട്ട് പെട്ടെന്ന് NFTസിന്റെ വില ഡ്രോപ്പ് ആകാൻ സാധ്യതയുണ്ട്. അപ്പോൾ റിസ്ക് വളരെ അധികമുള്ള ഹൈലി സ്പെക്യുലേറ്റീവ് നേച്ചറുള്ള ഒരു ട്രേഡിംഗ് ഒരു ട്രേഡിംഗ് സംഭവമാണ്, ഒരു അസറ്റ് ക്ലാസ് ആണ് NFTs എന്നുള്ളത് അക്സെപ്റ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ അഗെയിൻ വലിയ പൈസ ഉണ്ടാക്കണം എന്നുള്ള ലക്ഷ്യം മാറ്റി വെച്ചിട്ടാണെങ്കിലും ലോകം മാറിക്കൊണ്ടിരിക്കുകയാണ്. പുതിയ ഇങ്ങനെ ഒരു ടെക്നോളജി വന്നിട്ടുണ്ട്. നമ്മളൊക്കെ അതായത് കാലം മാറുന്നതിനനുസരിച്ച് നമ്മൾ മാറണ്ടേ, പുതിയ കാര്യങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്കണ്ടേ, അല്ലാതെ ഇങ്ങനെ ലിവിങ് അണ്ടർ ദ റോക്ക് ആകേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ ഞാൻ പറയുന്നത് ഇതിൽ പൈസ ഉണ്ടാക്കണോ ഇല്ലയോ എന്നുള്ളതൊക്കെ വേറെ വിഷയമാണ്. ഇങ്ങനെ ഒരു ലോകം അവിടെ ഉള്ളപ്പോൾ നമ്മളത് എക്സ്പ്ലോർ ചെയ്യാതെ ഇവിടെ ജീവിച്ചിട്ട് പിന്നെ എന്ത് രസമാണുള്ളത് അല്ലേ? അപ്പൊ അറ്റ്ലീസ്റ്റ് ആ ഒരു ഇന്റൻഷനോട് കൂടിയെങ്കിലും ചെറിയ പൈസ 5000, 10,000 ഉള്ളൂങ്കിലും നിങ്ങൾക്ക് ഞാൻ കാണിച്ച ഇത്രയും പരിപാടികളൊക്കെ എന്തായാലും ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. അപ്പൊ ഇത്രയൊക്കെ വെറുതെ ടെസ്റ്റ് ചെയ്ത് നോക്കാം. അഗെയിൻ 10,000 രൂപ പോകണമെങ്കിൽ പോയിക്കോട്ടെ എന്നുള്ള ഒരു സംഭവമല്ല ഞാൻ പറഞ്ഞത്. ബട്ട് അഗെയിൻ അത് ഒൺലി വളരെയധികം താല്പര്യമുള്ള എന്തൂസിയാസ്റ്റിന് ചെയ്യാമെന്ന് ഞാൻ പറയുന്നുള്ളൂ. അത് ഫസ്റ്റ് ലെവലാണ്. അറ്റ്ലീസ്റ്റ് ട്രൈ എങ്കിലും ചെയ്ത് നോക്കാം. ഇനി അതല്ല, നിങ്ങൾക്ക് ഇഫ് യു ആക്ച്വലി വോണ്ട് ടു ടേക്ക് ദിസ് അപ്പ്, കുറേ അധികം ആൾക്കാർ റിയൽ ആക്ച്വൽ മണി വലിയ രീതിയിൽ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ വലിയ രീതിയിൽ ഞാൻ കോഷൻ തരികയാണ്. പൈസ പോകാൻ വളരെ എളുപ്പത്തിൽ പൈസ പോകുന്ന ഒരു സ്ഥലമാണ്. സോ ഹൈ കോഷനോടുകൂടി നല്ല രീതിയിൽ പഠിച്ചിട്ട് നല്ല ഇൻഫർമേഷൻ എടുത്തിട്ട് മാത്രം പങ്കെടുക്കുക. അപ്പോൾ ഇതിനൊരു വളരെ സ്ട്രോങ് സംഭവമായിട്ട് തന്നെ എടുത്തിട്ട് മാത്രം ഈ ലോകത്തേക്ക് കയറുക. അപ്പോൾ എന്തായാലും ഇത്രയും കേട്ടതിലൂടെ എനിക്ക് ഉറപ്പുണ്ട് നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് നല്ല താല്പര്യം ഉണ്ടായിട്ടുണ്ടാവും അല്ലേ? ഞാൻ മുന്നിലേക്ക് പറഞ്ഞതുപോലെ നമുക്കിത് ഒരുമിച്ച് ചെയ്യേണ്ടതാണ് അല്ലേ? എങ്ങനെ NFT വാങ്ങാൻ വിൽക്കാമെന്ന് പഠിക്കണം, എങ്ങനെ ഇതിൽ പൈസ ഉണ്ടാക്കാനുള്ള ആക്ച്വൽ മെത്തേഡ്സും സ്ട്രാറ്റജീസും എന്താണെന്ന് മനസ്സിലാക്കണം, നല്ല പ്രൊജക്ട്സ് കണ്ടുപിടിക്കുന്നത് മനസ്സിലാക്കണം, എങ്ങനെയാണ്
എങ്ങനെയാണ് ആക്ച്വൽ സ്ട്രാറ്റജീസ് ഡിപ്ലോയ് ചെയ്യേണ്ടതെന്ന് കണ്ട് മനസ്സിലാക്കേണ്ടത് കുറേ കാര്യങ്ങളുണ്ട്. അതെല്ലാം മുന്നിലേക്ക് ചെയ്യണം. എന്നാൽ ഏറ്റവും ആദ്യം നമ്മൾ അറിയേണ്ടത് ഒരു NFT എങ്ങനെ വാങ്ങാം എന്നുള്ളതാണ് അല്ലെ. ഏറ്റവും ബേസിക് സാധനം അതല്ലേ അടുത്തത് നിങ്ങൾ അറിയേണ്ടത്. അപ്പോൾ അത് തന്നെയാണ് ഡിസ്കസ് ചെയ്യേണ്ടത്. ശരിക്കും ഈ ഒരു വീഡിയോ കുറേ നീണ്ടു പോയിട്ടുണ്ടാകുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഇനിയും ഇത് നീട്ടിക്കൊണ്ട് പോകാൻ പ്ലാൻ ചെയ്യുന്നില്ല. അതുകൊണ്ട് ഇത് പെട്ടെന്ന് നിർത്തിയിട്ട് പെട്ടെന്ന് തന്നെ ഇതിന്റെ ഒരു സെക്കൻഡ് പാർട്ടായിട്ട് ഞാൻ ഇവിടെ തന്നെ ഇരുന്നിട്ട് ഹൗ ടു ബൈ NFTs എന്നുള്ള വീഡിയോ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇവിടെ നിർത്താം. NFTs എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ, ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇത് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തതിലൂടെ കാര്യങ്ങൾ ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി കമന്റ് ചെയ്തറിയിക്കുക. അതെനിക്കൊരു ഭയങ്കര ബൂസ്റ്റ് ആയിരിക്കും. അത്രയും പ്ലാൻ ചെയ്തിട്ടാണ്, ആർട്ടിക്കുലേറ്റ് ചെയ്തിട്ടാണ് ഇങ്ങനത്തെ വീഡിയോസ് ചെയ്യുന്നത്. അപ്പോൾ ഡെഫിനറ്റ്ലി പെട്ടെന്ന് തന്നെ അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എങ്കിൽ, ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ എന്റെ നെഞ്ചത്ത് കൊണ്ട് വെച്ചിട്ടുണ്ടാവും ആദ്യം. അങ്ങനെയാണെങ്കിൽ അത് കണ്ടോളൂ. വീഡിയോ കണ്ടതിന് വളരെയധികം നന്ദിയുണ്ട്. അടുത്ത വീഡിയോയിൽ ഈ വീഡിയോയിൽ തന്നെ കാണുന്നത് വരെ നന്ദി, നമസ്കാരം.